നന്മ നിറഞ്ഞ മറിയമേ സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും. ചതി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്വസ്ഥമായിട്ടിരുന്നേ. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വലിയ ശക്തിയിലും കർത്താവിന്റെ സ്നേഹത്തിലും ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ഈ രാത്രിയിൽ, കൺവെൻഷന്റെ സമാപന രാത്രിയിൽ, കർത്താവിന്റെ വചനം ശ്രവിക്കാനായി ഒരുങ്ങുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ശക്തമായിട്ട് കർത്താവ് ഇടപെടുകയാണ്. നമ്മളെ മാത്രമല്ല, ലോകത്തിന്റെ നാനാഭാഗത്ത് അനേകായിരം ആളുകൾ ഈ വചനം കേൾക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നുണ്ട്. ലൈവായി ഇതിൽ പങ്കെടുക്കുന്ന മക്കളെ എല്ലാം ഇന്നത്തെ ആരാധനയിൽ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ഓരോ ദിവസത്തെയും വചന ശുശ്രൂഷ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യപ്പെടുമ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ്. നമ്മുടെ ആദ്യത്തെ ദിവസത്തെ ഇതുവരെയും ഏതാണ്ട് 10,000-ഓളം ആളുകൾ അത് കണ്ടു കഴിഞ്ഞു. ഓരോ ദിവസത്തെയും ഇന്നലത്തെ 4,500-ഓളം ആളുകൾ ഇന്നലത്തെ ശുശ്രൂഷയും കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ ഇനിയും വരും കാലങ്ങളിൽ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കും. നമ്മളോടൊപ്പം ഇവിടെ ഇല്ലെങ്കിലും, ശാരീരികമായിട്ടില്ലെങ്കിലും അവരെല്ലാം ആത്മീയമായി നമ്മളോടൊത്ത് സംബന്ധിക്കും. അതുകൊണ്ട് അവർക്ക് വേണ്ടി കൂടിയാണ് നമ്മൾ ഈ വചനം കേൾക്കുന്നത്, വചനം സ്വീകരിക്കുന്നത്, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുകയും ദൈവവചനത്തെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കൃപയാണ് അവരിലേക്ക് ചൊരിയപ്പെടാൻ പോകുന്നത്. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് കർത്താവ് ഈ കാലഘട്ടങ്ങളിൽ തന്ന വലിയ അനുഗ്രഹങ്ങളാണത്. അതായത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള, മലേഷ്യയിൽ നിന്ന് ഒരു സഹോദരി ഇങ്ങനെ എഴുതി, അതായത് അവർക്ക് അവിടെ മലേഷ്യയിൽ ഇരുന്നു കൊണ്ട് ഇത് സംബന്ധിക്കാൻ പറ്റുന്നു. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ശുശ്രൂഷകൾ, ലോകത്തിന്റെ നാനാഭാഗത്ത് നടക്കുന്ന വചന ശുശ്രൂഷകളിൽ വീട്ടിലിരുന്നു കൊണ്ട് സംബന്ധിക്കാൻ നമുക്ക് സാധിക്കുന്നത് ചെറിയ കാര്യമല്ല. ദൈവം അന്ത്യകാലത്തിന് വേണ്ടി എല്ലാവരും സുവിശേഷം അറിയാൻ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയുടെ ഭാഗമാണ് ഇന്റർനെറ്റ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദൈവത്തിന്റെ ഒരു പദ്ധതിയുടെ ഭാഗമാണത്. അതായത് എല്ലാവരെയും ഒറ്റ രാത്രി കൊണ്ട് സുവിശേഷം നിങ്ങൾക്ക് അറിയിക്കാം. ഇന്റർനെറ്റിലൂടെ ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് ലോകത്തിന്റെ നാനാഭാഗത്തുള്ള അനേകായിരങ്ങളെ ദൈവത്തിന്റെ വചനം അറിയിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി കർത്താവ് ഒരുക്കുന്ന ഒരു വഴിയാണെന്നാണ് എൻ്റെ വിചാരം. ചിലപ്പോൾ ശരിയാവാം, തെറ്റാവാം. പക്ഷേ കർത്താവിന്റെ പദ്ധതിയിലാണ് ഇതെല്ലാം. ലോകത്തുള്ള എല്ലാ ആധുനിക കണ്ടുപിടുത്തങ്ങളെയും ദൈവം ദൈവവേലയ്ക്കായി ഉപയോഗിക്കും. നമ്മുടെ കഴിവുകളെല്ലാം, നമുക്ക് ദൈവം തന്ന സംവിധാനങ്ങളെല്ലാം കർത്താവിന് വേണ്ടി ഉപയോഗിക്കണം. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഇവിടെ ഒരു സഹോദരൻ, കൊടുമണ്ണുകാരൻ്റെ സഹോദരൻ ഇവിടെ ഇരുന്ന് അദ്ദേഹത്തിന് ദൈവം കൊടുത്ത കഴിവ് അത് ഉപയോഗിച്ച് ലൈവായിട്ട് ഇവിടെ വിടുന്നു, റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ സുവിശേഷത്തിന് വേണ്ടി അത് ഉപയോഗിക്കുകയാണ്, ദൈവം കൊടുത്തിരിക്കുന്ന കഴിവ്. മറ്റൊരു നമ്മൾ മറന്നു പോകരുതാത്ത ഒരു കഥാപാത്രമുണ്ട്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ആദ്യമായിട്ടൊരു വേദി പറയുകയാണ്. അത് അനിൽ എബ്രഹാം എന്ന് പറയുന്നൊരു സഹോദരൻ. അദ്ദേഹം അമേരിക്കയിലാണ്, ന്യൂയോർക്കിലാണ്, മലങ്കരക്കാരനാണ്. അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല. എല്ലാ പ്രസംഗങ്ങളും അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അദ്ദേഹം അത് എടുത്ത് അത് കുറെ മിനുക്കുമണികൾ ചെയ്ത് കുറെ കൂടെ മനോഹരമാക്കി അപ്ലോഡ് ചെയ്യും. അങ്ങനെ 10,000-ങ്ങളിലേക്ക് ദൈവവചനം എത്താൻ അദ്ദേഹത്തിന് പിന്നെ പൈസ ചെലവ് മാത്രമേ ഉള്ളൂ, ഇങ്ങോട്ടൊന്നും കിട്ടുന്നില്ല, ചെലവ് മാത്രമേ ഉള്ളൂ. അങ്ങനെ നിസ്വാർത്ഥമായിട്ട് അവിടെ ഇരുന്നു കൊണ്ടൊരു മനുഷ്യൻ ഇതെല്ലാം ചെയ്യുകയാണ്. ഇവിടെ നമ്മുടെ സഹോദരന്മാര്, നമ്മുടെ ബ്രദർ ജോൺ, അദ്ദേഹം ഒരു വക്കീലാണ്, മുമ്പിൽ ഇരിപ്പുണ്ട്, അഡ്വക്കേറ്റാണ്. ഇന്ന് രാവിലെ അദ്ദേഹം ഓഫീസിൽ പോയിട്ടാണ്. ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞ് താമസിച്ചേ വരൂ, കാരണം 1.5 മാസമായി ഓഫീസിൽ കയറിയിട്ട്. അപ്പോൾ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ജോലി കളഞ്ഞ് ഉത്തരവാദിത്തങ്ങൾ മാറ്റിവെച്ച് ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് അതെല്ലാം അനേകർക്ക് എത്തിക്കാൻ അനേകം ആളുകൾ, ഇതായാലും നമ്മൾ ശമ്പളം കൊടുത്തിരുത്തുന്ന ആളുകളല്ല ഇത്. എല്ലാം ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവവേലയ്ക്ക് വേണ്ടി തങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് കർത്താവിനെ ശുശ്രൂഷിക്കുന്ന വ്യക്തികളാണ്. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ ദൈവം നമുക്ക് തന്നിരിക്കുന്ന എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന വീട് സുവിശേഷത്തിന് വേണ്ടി തുറന്നിടണം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഹനം സുവിശേഷത്തിന് വേണ്ടി ഉപയോഗിക്കണം. ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾ സുവിശേഷത്തിന് വേണ്ടി ഉപയോഗിക്കണം. തന്നിരിക്കുന്ന കഴിവുകൾ. ഞാൻ ഇന്നലെ ഒരു ചെറുപ്പക്കാരനെ കണ്ടു. അപ്പൊ എന്നോട് ഇവിടെ വെച്ച് കണ്ടാണ്. എന്നോട് പറഞ്ഞു, അച്ചോ ഞാൻ കുവൈറ്റിന് പോവാണ്. ഇതിനകത്തുണ്ട്, ഉണ്ടാവും, കുവൈറ്റിന് പോവാണ്, പ്രാർത്ഥിക്കണം. അപ്പൊ അവന്റെ പേര് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം അവൻ ഇതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം എടുത്ത് അത് കുറച്ചുകൂടെ ആകർഷകമാക്കി, മനോഹരമാക്കി അത് ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്. അപ്പൊ അങ്ങനെയുള്ള അനേക ആളുകളുണ്ട്.
എല്ലാവരും വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഒരാൾക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവ് ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്, സുവിശേഷത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. ഒരാൾക്ക് നന്നായിട്ട് ഡിസൈൻ ചെയ്യാൻ കഴിവുണ്ട്, എല്ലാം മനോഹരമായിട്ട് കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്യാൻ കഴിവുണ്ട്. അയാളത് ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. പാലായിൽ നിന്ന് തിരുവനന്തപുരത്തെ നമ്മുടെ ധ്യാനകേന്ദ്രത്തിൽ എല്ലാ മാസവും മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ 2 ദിവസം ഒരു സഹോദരൻ വരും. അദ്ദേഹം സ്വന്തമായിട്ട് പ്രസ്സും ഡിസൈനിങ് സെന്ററും സ്റ്റുഡിയോയും ഒക്കെ ഉള്ള ആളാണ്. അദ്ദേഹം അവിടെ വന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആ മനുഷ്യനെ കുറിച്ച് അവിടുത്തെ വികാരിച്ചൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, അദ്ദേഹത്തിനുള്ള സംവിധാനങ്ങളെല്ലാം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മനുഷ്യൻ. ഞാൻ പറഞ്ഞു വരുന്നത്, അടൂരുള്ള ദൈവമക്കളും അങ്ങനെ ഒരു ജാഗ്രതയിലേക്ക് ഉണരണം. അതായത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന സംവിധാനങ്ങളെല്ലാം സുവിശേഷത്തിന് വേണ്ടി ഉപയോഗിക്കണം, ദൈവരാജ്യ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം, കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് ദൈവം നമുക്ക് തന്ന സമ്പത്ത് ഉപയോഗിക്കണം. ഞാൻ ഒരു സ്ഥലത്ത് കൺവെൻഷന് ചെന്നപ്പോൾ അത് പറയുന്നതുകൊണ്ട് തെറ്റില്ല. കൺവെൻഷന് ചെന്നപ്പോൾ ഒരു കോൺഗ്രിഗേഷനിലെ മദർ സുപ്പീരിയർ, ആ മദർ പറഞ്ഞു, ഞങ്ങളാണ് ധ്യാന ടീമിന് ഭക്ഷണം കൊടുക്കുന്നത് എല്ലാ ദിവസവും. ആ ഭക്ഷണം തന്ന കാര്യം പറയല്ല. എന്നിട്ട് ആ മദർ ഞാൻ പോകുന്ന നേരം എൻ്റെ അടുത്ത് ഞാൻ താമസിച്ചിരുന്ന വീട്ടിൽ വന്നിട്ട്, അച്ഛാ അവിടെ കുട്ടികൾക്ക് വേണ്ടി ശുശ്രൂഷയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞല്ലോ, അപ്പോൾ നിങ്ങൾക്ക് വാഹനം വാങ്ങിക്കാനായി ഞങ്ങളൊരു 5 ലക്ഷം രൂപ തരികയാണ്. ഞാൻ തല ഇറങ്ങി വീഴാതിരിക്കാൻ വിട്ടുപോയി. ഞാൻ വീഴാതിരിക്കാൻ പിടിച്ചു നിന്നു. കാരണം ആ മദർ വന്നിട്ട് പറയുകയാണ്, അതായത് അച്ഛാ നിങ്ങൾ സുവിശേഷ വേല ചെയ്യല്ലേ, നിങ്ങൾക്ക് കുട്ടികളെ നിങ്ങൾ കൊണ്ടുവരികയും ചെയ്യണമല്ലോ, അവിടെ പഠിക്കുന്ന കുറച്ച് കുട്ടികളുടെ മാതാപിതാക്കൾ ഇവിടെയുണ്ട്, ആ മാതാപിതാക്കൾ പറയുകയാണ് അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് കുട്ടികളെ കൊണ്ടുവരാനും കൊണ്ടുപോകാനും ഒക്കെ എന്ന് ഈ മദറിനോട് ചെന്ന് പറഞ്ഞപ്പോൾ ആ മദർ, ഒരു കോൺഗ്രിഗേഷന്റെ സുപ്പീരിയർ, 5 ലക്ഷം രൂപ തരാം. 5 ലക്ഷം രൂപ തന്നതിന്റെ കാര്യമല്ല. അതായത് തിരുവനന്തപുരത്ത് കുട്ടികളെ ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അച്ഛനോട് അല്ലെ അച്ഛന്മാരോട് വേറൊരു സ്ഥലത്തിരിക്കുന്ന ഒരു മദറിന് ഒരു ബന്ധം ഉണ്ടാവുകയാണ്. ഒരു ബന്ധം ഉണ്ടായിട്ട് അതിനെ നമുക്ക് സഹായിക്കാം, സപ്പോർട്ട് ചെയ്യാം. പ്രിയപ്പെട്ടവരെ, മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രത്തിന് കാശ് തരാനല്ല ഇന്നത്തെ പ്രഭാഷണം. ഞാനിത് സന്ദർഭവശാൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ നിങ്ങളിനി വിചാരിക്കരുത് ഇയാൾ ഇന്ന് ഇത് പൈസ പിരിവിനുള്ള പരിപാടിയാണെന്ന്. അതല്ല, നമ്മുടെ വിഷയം അതേ അല്ല. പണം ദൈവം കൊണ്ടുവരുമെന്ന് ഈ മിനിറ്റ് വരെയുള്ള ജീവിതത്തിൽ എനിക്ക് നന്നായിട്ടറിയാം. പണം കർത്താവാണ്. കാക്കയെ കൊണ്ട് അപ്പം വിളമ്പിയ ഒരു ദൈവത്തിന് ഒരു ധ്യാനകേന്ദ്രം നടത്താനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ലെന്ന് ഈ മിനിറ്റ് വരെയുള്ള ജീവിതത്തിൽ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പണമൊന്നും അല്ല ഇവിടുത്തെ വിഷയം. എനിക്ക് പറയാനുള്ളത് അടൂരിലുള്ള ചില മക്കളുടെ കെട്ടഴിയട്ടെ എന്നാണ്. അതായത് നിങ്ങൾക്ക് ദൈവം തന്ന സംവിധാനങ്ങൾ ഒരാത്മാവിനെ രക്ഷിക്കാൻ നിങ്ങൾക്ക് ഉപയോഗിച്ചൂടെ? നിങ്ങൾക്ക് ദൈവം തന്ന സൗകര്യങ്ങൾ ഒരാത്മാവിനെ രക്ഷപ്പെടുത്താൻ നിങ്ങൾക്ക് ഉപയോഗിച്ചൂടെ? ഏതെങ്കിലുമൊക്കെ ശുശ്രൂഷകളെ നിങ്ങൾക്ക് ബലപ്പെടുത്തിക്കൂടെ? പ്രാർത്ഥിച്ചുകൂടെ? ഞാൻ പറയാൻ പോകുന്ന ആ വിഷയത്തെക്കുറിച്ചാണ്. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. യേശുവിന്റെ 2ാം വരവിന് വേണ്ടി തിരുസഭ ഒരുങ്ങേണ്ടത് എങ്ങനെയാണ്, ദൈവമക്കൾ ഒരുങ്ങേണ്ടത് എങ്ങനെയാണെന്ന് ദാനിയേൽ പ്രവചനത്തിലൂടെ കാണാൻ ശ്രമിക്കുകയായിരുന്നു നമ്മൾ. അവിടെ അദ്ദേഹം ചെയ്തത്, ഒന്ന് ശരീരത്തിന്റെ അച്ചടക്കം, രണ്ടാമത്തേത് അദ്ദേഹം തിരുവെഴുത്തുകൾ വായിച്ച് മനസ്സിലാക്കി, ബൈബിള് വായിച്ചു. മൂന്നാമത്തേത് അദ്ദേഹം കൃത്യമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. നാലാമത്തേത് അദ്ദേഹം കഠിനമായ ചില പ്രായശ്ചിത്തം, ഉപവാസം എടുത്ത് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നു. ഒരു ചെറുപ്പക്കാരൻ, 17കാരൻ ദൈവപദ്ധതി പൂർത്തിയാവാനായി തൻ്റെ ജീവിതത്തെ സമർപ്പിച്ച് അങ്ങനെ ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തന്നെ ബാബിലോൺ അടിമത്തത്തിൽ നിന്നും ജനം തിരിച്ചു പോകുന്നത് കാണാൻ അദ്ദേഹത്തിന് ഭാഗ്യം കിട്ടി. പ്രിയപ്പെട്ട മക്കളെ, അത് പറഞ്ഞു വന്നപ്പോൾ ഇന്നലെ ഞാൻ മറ്റൊരാളെ കുറിച്ച് സൂചിപ്പിച്ചു. ആത്മഭാരം അനുഭവിച്ച മറ്റൊരു ചെറുപ്പക്കാരൻ. അവന്റെ പേര് എന്തായിരുന്നു? നെഹമിയ. നെഹമിയ എന്നായിരുന്നു അവന്റെ പേര്. പേർഷ്യ രാജാവായ അർത്താക്സക്സസ് രാജാവിന്റെ രാജകൊട്ടാരത്തിലെ പാനപാത്രവാഹകനായിരുന്നു നെഹമിയ. കപ്പ് ബെയറർ. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു. അതായത് രാജാവ് ഭക്ഷണം കഴിക്കുമ്പോ, രാജാവ് പാനീയം നുകരുമ്പോ ഭക്ഷണപാനീയങ്ങളിൽ വിഷം കലർത്തിയിട്ടില്ലെന്ന് ഉറപ്പുവരുത്താൻ, ഭക്ഷണത്തിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ കൊട്ടാരത്തിൽ നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്റെ പേരാണ് പാനപാത്രവാഹകൻ. അല്ലാതെ ഇത് ചുമന്നോട് കൊടുക്കുന്ന ആളെന്നല്ല. അപ്പൊ ഈ പാനപാത്രവാഹകനായ നെഹമിയ
കൊട്ടാരത്തിൽ സുരക്ഷിതമായ ജോലി കിട്ടിയ ഒരാൾ, കൊട്ടാരത്തിൽ തന്റെയും തന്റെ കുടുംബത്തിന്റെയും ഭാവിയെക്കുറിച്ച് ആകുലപ്പെടാനില്ലാത്ത, സാധ്യതയില്ലാത്ത തരത്തിൽ കുടുംബജീവിതം, തന്റെ കുടുംബത്തിന്റെ ജീവിതം സ്വസ്ഥമായ ഭദ്രമായ ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ നമ്മൾ പെട്ടെന്ന് ആ പുസ്തകത്തിലെ 2-3 കാര്യങ്ങൾ കാണുകയാണ് ഈ രാത്രിയിൽ. നെഹെമ്യായുടെ പുസ്തകം, എസ്രാ നെഹെമ്യ പുസ്തകങ്ങൾ ബാബിലോൺ അടിമത്തത്തിൽ നിന്നും തിരിച്ചു പോകുന്ന ജനത്തെ കുറിച്ചുള്ള പുസ്തകങ്ങളാണ്. അത് രണ്ടും വായിക്കേണ്ട പുസ്തകമാണ്. നന്നായിട്ട് ചിലപ്പോൾ നമ്മളൊക്കെ, ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയുകയാണ്, ഞാൻ ഇതൊന്നും വായിക്കത്തില്ലായിരുന്നു. ഞാനിതെല്ലാം മറിച്ച് വിട്ടുകൊണ്ടിരുന്ന ആളാണ്. അപ്പൊ എനിക്ക് സങ്കീർത്തനമൊക്കെ ഇഷ്ടമായിരുന്നു. പിന്നെ പുതിയ നിയമമൊക്കെ വായിക്കുമായിരുന്നു. വേറൊന്നും ഞാൻ വായിക്കത്തില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കാലം എനിക്കാണ്. അതുകൊണ്ട് എനിക്കറിയാം ഇതൊന്നും ആരും വായിച്ചിട്ടുണ്ടാവില്ല. അർത്ഥാക് സക്സസ് എന്നൊക്കെ പറയുമ്പോൾ അത് എന്തോന്ന് സക്സസ് എന്ന് നമ്മൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം അതൊന്നും ഞാൻ എൻ്റെ കാര്യം പറയുകയാണ്, ഞാൻ അതൊന്നും വായിച്ചിട്ടില്ലായിരുന്നു. പിന്നാണ് ദൈവമേ ഇതിനകത്തൊക്കെ നിധികൾ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികൾ ഒളിഞ്ഞു കിടക്കുകയാണ് ഇതിനകത്തെല്ലാം. പഴയ നിയമം വായിക്കണം. പഴയ നിയമം പഠിച്ചാലുള്ള ഗുണം പുതിയ നിയമം പെട്ടെന്ന് പിടികിട്ടും. പഴയ നിയമം പഠിച്ചാലുള്ള ഗുണം അതാണ്. അത് മാത്രമല്ല, ചില പൊട്ട ചോദ്യങ്ങൾ ചോദിക്കത്തുമില്ല, ചില മണ്ടൻ ചോദ്യങ്ങളുമായിട്ട് വരുത്തില്ല. പഴയ നിയമം ശരിക്ക് വായിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ പുതിയ നിയമത്തിൽ ചോദ്യങ്ങൾ ഒത്തിരി ഇല്ലാതാവും. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, പരിശുദ്ധ കുർബാന ഉയർത്തി സക്രാരിക്കകത്ത് ദിവ്യകാരുണ്യം വെച്ച് ജനത്തെ ആശീർവദിക്കുന്ന പുരോഹിതൻ ഇതെന്തിനാ ചെയ്യുന്നത് എന്നൊരാൾക്ക് സംശയം വന്നാൽ, യോം കിപ്പൂർ, ദ ഡേ ഓഫ് അറ്റോൺമെന്റ്, പാപപരിഹാരത്തിന്റെ ദിനത്തിൽ പഴയ നിയമത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഞാൻ വിശുദ്ധ കുർബാനയുടെ പഴയ നിയമ ഉറവിടങ്ങളെ കുറിച്ച് വായിച്ചിട്ടുണ്ട് കുറെ. അപ്പൊ അതിനകത്ത് ബ്രയാൻ പിട്രേ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ബ്രയാൻ പിട്രേ എന്ന് പറയുന്ന ഒരാള് എഴുതിയ പുസ്തകമുണ്ട്, ദ ജൂയിഷ് റൂട്ട്സ് ഓഫ് ദ യൂക്കറിസ്റ്റ്, പരിശുദ്ധ കുർബാനയുടെ യഹൂദ ഉറവിടങ്ങൾ, പരിശുദ്ധ കുർബാനയുടെ യഹൂദ വേരുകൾ, അങ്ങനെ ഒരു പുസ്തകമുണ്ട്. അപ്പൊ ഈ പുസ്തകത്തിലാണ് ഈ പഴയ നിയമത്തിലെ ചില കാര്യങ്ങൾ നല്ല വെളിച്ചത്തിൽ അദ്ദേഹം കാണിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, പാപപരിഹാര ദിനത്തിൽ പുരോഹിതന്മാർ ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലി ഇതാണ്. അതായത് തിരുസാന്നിധ്യ അപ്പത്തിന്റെ മേശയുണ്ട് പഴയ നിയമത്തിലെ ദേവാലയത്തിൽ. ഇതൊക്കെ പഴയ നിയമം വായിച്ചാലേ മനസ്സിലാവും. 12 അപ്പക്കഷണങ്ങൾ നിരത്തി വെച്ച ഒരു മേശയുടെ പേരാണ് തിരുസാന്നിധ്യ അപ്പത്തിന്റെ മേശ. ദ ബ്രെഡ് ഓഫ് പ്രസൻസ്, സാന്നിധ്യത്തിന്റെ അപ്പം. സാന്നിധ്യത്തിന്റെ അപ്പം കേട്ടോണം, അതിന്റെ പേര് ഇതാണ്, സാന്നിധ്യത്തിന്റെ അപ്പം. പരിശുദ്ധ കുർബാന ഇവിടെ എഴുന്നള്ളിച്ച് വെക്കുമ്പോ ഇത് അപ്പമല്ല, ഇത് ദൈവമാണെന്ന് അറിയണമെങ്കിൽ ഈ തിരുസാന്നിധ്യ അപ്പം പഴയ നിയമത്തിലുണ്ടെന്ന് വായിച്ചറിയണം. ഒരപ്പത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം നിറയും എന്നതാണ് ബ്രെഡ് ഓഫ് പ്രസൻസ്, തിരുസാന്നിധ്യത്തിന്റെ അപ്പം. അത് ഈ പരിശുദ്ധ കുർബാനയുടെ ആദ്യ രൂപമാണ്. അതൊരുക്കി വെച്ചിരുന്ന പുരോഹിതന്മാര്, അവരത് ഒരുക്കി വെക്കുന്ന സമയത്ത് സാബത്തിലാണ് ഈ തിരുസാന്നിധ്യ അപ്പം അഹ്റോന്റെ പുത്രന്മാർ ഒരുക്കി വെച്ചുകൊണ്ടിരുന്നത്. അപ്പൊ സാബത്ത് ദിവസം തിരുസാന്നിധ്യ അപ്പം ഒരുക്കി വെക്കുന്ന നേരത്ത് പുരോഹിതൻ ബ്രഹ്മചര്യം നിർബന്ധമായും പാലിക്കണമെന്ന് നിയമമുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ നേരത്ത് അദ്ദേഹം ബ്രഹ്മചാരിയായിരിക്കണം, അല്ലെങ്കിൽ ആ സമയത്ത് അദ്ദേഹം സ്ത്രീയെ സ്പർശിക്കാൻ പാടില്ല ആ ദിവസങ്ങളിൽ എന്ന് നിയമമുണ്ടായിരുന്നു. ഇനി ഈ അപ്പം യോം കിപ്പൂർ, ഡേ ഓഫ് അറ്റോൺമെന്റ്, പാപപരിഹാര ദിനം, ആ പാപപരിഹാര ദിനത്തിൽ ഒരു തുണിക്കകത്ത് ഈ അപ്പം എടുത്ത് ജനത്തെ ആശീർവദിക്കുന്ന പതിവുണ്ടായിരുന്നു പഴയ നിയമത്തിലെന്ന് യഹൂദമതത്തിന്റെ പാരമ്പര്യം പഠിച്ച് ഈ ബ്രയാൻ പിട്രേ എഴുതുന്നു. അതായത് പഴയ നിയമത്തിലെ കാര്യങ്ങൾ പിടികിട്ടിയാലേ ഈ പുതിയ നിയമത്തിൽ ചെയ്യുന്ന പല കാര്യവും പിടികിട്ടും. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് പഴയ നിയമം വായിക്കണം. അത് അതുകൊണ്ടാ ഈ കാലഘട്ടങ്ങളിൽ ഞാൻ കൂടുതൽ ഇത് പറയുന്നത്. പുതിയ നിയമം പറയാൻ എനിക്ക് എളുപ്പം, പക്ഷേ ഞാൻ പഴയ നിയമം പറയുന്നതിന്റെ കാരണം പഴയ നിയമത്തിനകത്ത് പുതിയ നിയമത്തിന്റെ നിധികൾ കിടപ്പുണ്ട്. പഴയ നിയമം നിഴലാണ്, പുതിയ നിയമം പൊരുളാണ്. പഴയ നിയമം നിഴല്, പുതിയ നിയമം പൊരുള്. നിഴല് പിടികിട്ടിയാൽ പൊരുള് വ്യക്തമാവും. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം. ഈ നെഹെമ്യ ഒക്കെ വായിക്കണം, എസ്രാ നെഹെമ്യ ഒക്കെ വായിച്ച് പഠിക്കണം. പ്രിയപ്പെട്ട മക്കളെ, നെഹെമ്യ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം എടുത്തോ, പെട്ടെന്ന് വായിക്കാം. നെഹെമ്യ 1-ാം വാക്യം. അക്കാലിയായുടെ പുത്രൻ
നെഹെമ്യായുടെ വാക്കുകൾ. അർത്താക്സസിന്റെ 20-ാം ഭരണവർഷം കിസ്ലേവ് മാസം ഞാൻ തലസ്ഥാനമായ സൂസായിൽ ആയിരുന്നു. സൂസ എന്ന് പറഞ്ഞ ഒരു ചേച്ചിയുടെ പേരല്ല, സ്ഥലത്തിന്റെ പേരാണ് ഇവിടെ. ഞാൻ സൂസായിൽ ആയിരുന്നു. എൻ്റെ സഹോദരിൽ ഒരുവനായ, അവന്റെ ബ്രദേഴ്സ് സഹോദരന്മാരിൽ ഒരുവനായ ഹനാനി ഏതാനും ആളുകളോടുകൂടെ യൂദായിൽ നിന്ന് വന്നു. പ്രവാസത്തെ അതിജീവിച്ച യഹൂദരെയും ജെറുസലേമിനെയും കുറിച്ച് ഞാൻ അവരോട് ആരാഞ്ഞു. അവർ പറഞ്ഞു, പ്രവാസത്തെ അതിജീവിച്ച്. കേട്ടെ, പ്രവാസം എന്ന് പറഞ്ഞാൽ ബാബിലോൺ പ്രവാസം. പ്രവാസം എന്ന് പറഞ്ഞാൽ ബാബിലോണിലെ അടിമത്തത്തിലേക്ക് ജനത്തെ കൊണ്ടുപോയത്. അതിന്റെ പേരാണ് പ്രവാസം, എക്സൈൽ, ബാബിലോണിയൻ എക്സൈൽ. പ്രവാസത്തെ അതിജീവിച്ച് എന്ന് പറഞ്ഞാൽ ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ട് പോകാതെ നാട്ടിൽ അവശേഷിച്ച ആളുകൾ, അതാണ് പ്രവാസത്തെ അതിജീവിച്ചവർ. പ്രവാസത്തെ അതിജീവിച്ച് ദേശത്ത്, ദേശം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ, ഇവിടെ ഇസ്രായേൽ ദേശത്ത് കഴിയുന്ന അതിജീവിച്ച യഹൂദരെയും ജെറുസലേമിനെയും കുറിച്ച് ഞാൻ ഹനാനിയോടും കൂട്ടരോടും ആരാഞ്ഞു. അവർ പറഞ്ഞു, പ്രവാസത്തെ അതിജീവിച്ച് ദേശത്ത് കഴിയുന്നവർ കഷ്ടതയിലും അപമാനത്തിലുമാണ്. ജെറുസലേം മതിലുകൾ തകർന്ന് കവാടം അഗ്നിക്കരയായി അതേപടി കിടക്കുന്നു. ഇത് കേട്ട് ഞാൻ നിലത്തിരുന്ന് കരഞ്ഞു, ദിവസങ്ങളോളം വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. നമ്പർ 1, അതായത് നെഹെമ്യാ കൊട്ടാരത്തിനകത്ത് സുഭിക്ഷമായി, സുരക്ഷിതമായി, നല്ല പ്രൊട്ടക്ഷനകത്ത്. ആരും തൊടില്ലവനെ, ആരും തൊടാൻ രാജാവ് സമ്മതിക്കില്ല. രാജാവിന്റെ നിഴലാണിവൻ. രാജാവിന്റെ കൊട്ടാരത്തിനും രാജാവിന്റെ സുഖസൗകര്യങ്ങൾക്കും അകത്താണിവൻ. ശത്രു തൊടില്ലവനെ. അങ്ങനെ പ്രൊട്ടക്റ്റഡ് ആണിവൻ, സുരക്ഷിതനാണ്. ആ സുരക്ഷിതനായി ഈ അർത്താക്സക്സസ് രാജാവിന്റെ കൊട്ടാരത്തിനകത്ത് കഴിയുന്ന നെഹെമ്യാ. പക്ഷെ അവന്റെ ചങ്കിനകത്ത് ഭാരമാണ്. ഭാരം എന്തിനെ കുറിച്ചാണ്? അവന്റെ ഭാരം പ്രവാസത്തെ അതിജീവിച്ച് ദേശത്ത് കഴിയുന്നവരുടെ അവസ്ഥ എന്താണ്? ബാബിലോൺ അടിമത്തത്തെ അതിജീവിച്ച് ദേശത്ത് കഴിയുന്ന ദൈവമക്കളുടെ അവസ്ഥ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഹനാനിയും കൂടെ വന്ന ആളുകളും പറയുകയാണ്, പ്രവാസത്തെ അതിജീവിച്ച് ദേശത്ത് കഴിയുന്നവർ കഷ്ടതയിലും കണ്ണുനീരിലുമാണ്. ജെറുസലേമിന്റെ മതിലുകൾ തകർന്ന് അതേപടി കിടക്കുന്നു. നഗര കവാടങ്ങൾ അഗ്നിക്കിരയായി കത്തി നശിച്ചു കിടക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, കാതു തുറന്ന് കേൾക്കുക. കൂട്ടായ്മകളുടെ അവസ്ഥ ഇതാണ്. പലയിടത്തെയും കൂട്ടായ്മകളുടെ അവസ്ഥ ഇതാണ്. പല ദൈവമക്കളുടെ അവസ്ഥ ഇതാണ്. പല ദൈവിക സംവിധാനങ്ങളുടെയും അവസ്ഥ ഇതാണ്. തകർന്നു കിടക്കുകയാണ്. നടക്കേണ്ടതല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. പലയിടത്തും പലതും തകർന്നു കിടക്കുകയാണ്. കുടുംബങ്ങൾ തകർന്നു കിടക്കുകയാണ്. വിശ്വാസ സംബന്ധമായ വിഷയങ്ങളിൽ പ്രബോധനം കിട്ടാതെ ജനം നശിക്കുകയാണ്. അജ്ഞത കൊണ്ട് ജനം നശിക്കുകയാണ്. ആഭിചാര മന്ത്രവാദ ബന്ധനങ്ങളിൽ ജനം നശിക്കുകയാണ്. വിശ്വാസത്തിന്റെ ശക്തി കിട്ടാതെ ജനം നശിക്കുകയാണ്. ദൈവത്തെ വിളിക്കാൻ അറിയാതെ ജനം നശിക്കുകയാണ്. കെട്ടപ്പെട്ട് കിടക്കുകയാണ് ഒരു മഹാഭൂരിപക്ഷം. ധ്യാനകേന്ദ്രങ്ങളുടെ എണ്ണം കൂടി ശരി, ധ്യാനഗുരുക്കന്മാരുടെ എണ്ണം കൂടി ശരി, പ്രിയപ്പെട്ട മക്കളെ, പക്ഷേ ഒരു മഹാഭൂരിപക്ഷം കെട്ടപ്പെട്ട് കിടക്കുകയാണ്. ഈ കാര്യത്തെക്കുറിച്ച് ഒരു ഭാരം, അതിനെക്കുറിച്ചൊരു വേദന. ഈ വേദന ഇവന്റെ ചങ്കിനകത്ത് കിടക്കുകയാണ്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, ഈ ഒരു ഭാരം വന്നു. ഇതിന്റെ പേരാണ് ആത്മഭാരം. ഞാൻ പെട്ടെന്നൊന്ന് ഇന്നലെ പരാമർശിച്ചു പോയി, ഇനി ഞാൻ വിശദീകരിക്കാൻ പോവാണ്. ഇതാണ് ആത്മഭാരം. നശിച്ചു പോകുന്ന ആത്മാക്കളെ സംബന്ധിക്കുന്ന ഭാരം. അത് ഈ ചെറുപ്പക്കാരന്റെ നെഞ്ചിനകത്ത് നിറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ്, കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. വിശദീകരിച്ച് ഇപ്പൊ പറയാം. ക്രിസ്റ്റഫർ എന്ന് പേരുള്ളൊരു ചെറുപ്പക്കാരൻ തിരുവനന്തപുരത്തുണ്ട്. എറണാകുളംകാരനാണ്. അവനും ഭാര്യയും 2 കുഞ്ഞുങ്ങളിൽ, രണ്ടാമത്തെ കുഞ്ഞ് അടുത്ത ദിവസങ്ങളിലാണ് പിറന്നത്. പ്രിയപ്പെട്ട മക്കളെ, 10-25 ചെറുപ്പക്കാരുടെ ചങ്കിനകത്ത് തിരുവനന്തപുരം നഗരത്തിൽ നല്ല 4-5 ശമ്പളം വാങ്ങിക്കുന്ന ജോലിയുള്ള ആ ചെറുപ്പക്കാരുടെ ചങ്കിനകത്ത് ഒരു സങ്കടം വന്ന് വീഴുകയാണ്. തിരുവനന്തപുരത്തെ നഗരത്തിന്റെ മധ്യഭാഗത്ത്, നഗരമധ്യത്തിലും തീരപ്രദേശങ്ങളിലും നഗരത്തിന്റെ മധ്യത്തിലും വിളിമ്പുകളിലും നശിച്ചു പോകുന്ന ആയിരക്കണക്കിന് ചെറുപ്പക്കാർ. തീരപ്രദേശങ്ങളിൽ ആയിരക്കണക്കിന്, വെട്ടുകാട്, വേളി, പൂന്തുറ, വലിയതുറ, പെരുമാതുറ തീരപ്രദേശങ്ങളിലെ നശിച്ചു പോകുന്ന ആയിരക്കണക്കിന്, 10,000-കണക്കിന് ചെറുപ്പക്കാർ. പ്രിയപ്പെട്ട മക്കളെ, വൈദിക മന്ദിരങ്ങളിൽ ഈ ഭാരം ആഞ്ഞടിച്ചിട്ടുണ്ട്.
കോൺവെന്റുകളിൽ ഈ ഭാരം ആഞ്ഞടിച്ചിട്ടുണ്ട്, ഇല്ലെന്നൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിനേക്കാളൊക്കെ തീവ്രമായി ഒരു ചെറുപ്പക്കാരന്റെ ചങ്കിനകത്ത് ഈ ഭാരം വന്നങ്ങ് ആഞ്ഞടിച്ചു. ഒരിക്കലും അവൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും. ഞാൻ ചോദിച്ചു, എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, ഞാൻ നിൽക്കാം, എന്ത് ചെയ്യണം? അവൻ പറഞ്ഞു, അച്ഛാ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു വെളിച്ചം കിട്ടുമ്പോ ഞങ്ങൾ വരാം. തിരുവനന്തപുരത്ത് നഗരത്തിന്റെ വെളിയിൽ ഒരു ദേവാലയത്തിൽ ഒരു വൈദികൻ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചു കൊടുത്തു. രാത്രിയിൽ 10-25 ചെറുപ്പക്കാര് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്നിട്ട് പറഞ്ഞു, കർത്താവേ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, നിന്റെ മക്കള് നശിച്ചു പോവാണ്, കള്ളിനും കഞ്ചാവിനും ഹാഷിഷിനും മയക്കുമരുന്നിനും അടിമകളായി പോവാണ്, ജഡത്തിൽ നശിക്കുകയാണ്, ദേവാലയത്തിൽ കയറുന്നില്ല. ഒത്തിരി മക്കള് മുടിയും നീട്ടി വളർത്തി കാതി കമ്മല് ഇട്ട് ദേവാലയത്തിൽ കയറാതെ മാതാപിതാക്കളെ അനുസരിക്കാതെ ഒത്തിരി മക്കള് നശിക്കാണ്. കർത്താവേ ഞങ്ങളൊരു 10-25 പേരുണ്ട്, എന്തും ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്, എന്താ ചെയ്യണ്ടേ അറിയാൻ പാടില്ല. അങ്ങനെ ഒരു ദിവസം ഒന്നും ഇരുന്നാൽ കിട്ടില്ല ഇതൊന്നും. അങ്ങനെ ഇരുന്നു, ദിവസങ്ങളിരുന്നു, മാസങ്ങളിരുന്നു, ഒന്നും കിട്ടിയില്ല. പക്ഷെ അവർ കരഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഒന്ന് സഹായിക്കാമോ, ഞങ്ങൾ ഇതൊന്ന് തുടങ്ങാൻ പോവാണ്. തുടങ്ങുന്നതിന്റെ ഭാഗമായി ഞങ്ങൾ തീരപ്രദേശത്തെ ഒരു ദേവാലയത്തിൽ ഒരു ജാഗരണ പ്രാർത്ഥന നടത്തുകയാണ്, 1 മണിക്കൂർ വന്നൊന്ന് സഹായിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ എന്റെ മനസ്സിൽ ദൈവം തന്ന പ്രചോദനം അനുസരിച്ച് ഞാൻ പറഞ്ഞു, 1 മണിക്കൂറല്ല, ആ ജാഗരണ പ്രാർത്ഥന എല്ലാ മാസവും ഞാൻ ഈ നാട്ടിലുണ്ടെങ്കിൽ ഞാൻ നടത്താൻ പോകുന്നത്. അപ്പൊ അവര് പറഞ്ഞു, എന്റെ അച്ഛൻ ഒത്തിരി സന്തോഷമെന്ന് പറഞ്ഞു. അങ്ങനെ ചെന്നു. പ്രിയപ്പെട്ട മക്കളെ, 2 വർഷത്തിലധികമായിട്ട് ആ ജാഗരണ പ്രാർത്ഥന നടന്നു. ആ സ്ഥലത്ത്, ആ ജാഗരണ പ്രാർത്ഥന നടക്കുന്ന സ്ഥലത്ത് ഒരൊറ്റ യൂത്തിനെ അവർക്കില്ലായിരുന്നു. എന്നാൽ 2 വർഷം കൊണ്ട് 100 കണക്കിന് ചെറുപ്പക്കാര് അവരുടെ കൂട്ടത്തിൽ ദൈവരാജ്യത്തിന്റെ ഭാരം എടുക്കാൻ തയ്യാറായി. അവരെന്ത് ചെയ്യുന്നറിയാമോ? ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. വെട്ടുകാട് പള്ളിയുടെ മുറ്റത്തെ മണൽപ്പരപ്പിൽ ടെക്നോ പാർക്കിൽ നല്ല ശമ്പളമുള്ള ഈ ചെറുപ്പക്കാരന്റെ നേതൃത്വത്തിൽ ഒത്തിരി മക്കള് വെട്ടുകാട് പള്ളിയുടെ മുമ്പിലുള്ള മണൽത്തിട്ടയിൽ മണൽപ്പരപ്പിൽ മുട്ടയിലഴഞ്ഞ് രാത്രി മുഴുവൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, തീരപ്രദേശത്തെ ചെറുപ്പക്കാരുടെ മേൽ ദൈവമേ നിന്റെ ആത്മാവിറങ്ങണേ. അപ്പനല്ല ഈ പ്രാർത്ഥിക്കുന്ന, അമ്മയല്ല. സ്വന്തം ഉറ്റവരും ഉടയവർക്കും വേണ്ടിയല്ല ഈ പ്രാർത്ഥന, അനിയന്റെ മാനസാന്തരത്തിന് വേണ്ടിയല്ല ഈ പ്രാർത്ഥന. തന്റെ ആരുമല്ലാത്ത, തന്റെ സ്വന്തമല്ലാത്ത, തന്റെ കുടുംബത്തിൽപ്പെടാത്ത, തന്റെ കൂട്ടായ്മയിൽപ്പെടാത്ത സീറോ മലബാർ സഭയിൽ നിന്ന് വന്ന ചെറുപ്പക്കാരനാണ് ഞാൻ ഈ പറഞ്ഞത്. ലത്തീൻ സഭയിലെ മക്കളാണ് അവിടെ കൂടുതലും താമസിക്കുന്നത്. അവിടെ റീത്ത് നോക്കിയില്ല, സഭ നോക്കിയില്ല, ആരാധനാക്രമം നോക്കിയില്ല, ദൈവത്തിന്റെ മക്കൾ. അങ്ങനെ കരഞ്ഞ് മുട്ടയിലഴഞ്ഞു ആ മക്കൾ പ്രാർത്ഥിച്ചു. ഒരുപാട് കാര്യങ്ങൾ ദൈവം ചെയ്യാൻ തുടങ്ങി, ഒത്തിരി കാര്യങ്ങൾ. പ്രിയപ്പെട്ട മക്കളെ, കഴിഞ്ഞ ദിവസം 3 ദിവസം 1000-ഓളം ചെറുപ്പക്കാര് വെട്ടുകാട് പള്ളിയുടെ അകത്ത് 2000 പേര് കൂടുതലിരിക്കും. 1000-ഓളം ചെറുപ്പക്കാരെ പള്ളിക്കകത്ത് 3 ദിവസം ഇരുന്ന് കേരളത്തിലെ വളരെ കൃപയുള്ള അഭിഷിക്തരായ വചനപ്രഘോഷകർ വന്ന് അവർക്ക് ധ്യാനം കൊടുത്ത് 3 ദിവസം കൊണ്ട് തീരപ്രദേശത്തിന് തീ പിടിക്കുന്നത് കണ്ടിട്ടാണ് വൈകുന്നേരം ഞാൻ അടൂരിന് വന്നത്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഭാരം നമ്മുടെ ആരുമല്ലാത്തവർക്ക് വേണ്ടിയുള്ള ഭാരം. അടൂരിൽ ഒരു എക്യുമെനിക്കൽ കൺവെൻഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇത് ചുമ്മാ ഉണ്ടാവുന്നതാണെന്ന്. ഇതിന്റെ പിന്നിൽ ഭാരമുണ്ട്, ഭാരം. അപ്പൊ നെഹമിയ കൊട്ടാരത്തിനകത്ത് സുഭിക്ഷതയെ കഴിയുന്ന സമയത്ത് അയാളുടെ ചങ്കിനകത്ത് നാഴികക്ക് 40 വട്ടം ചങ്കിക്കിടന്ന് ഈ വേവ് വെന്ത് വെണ്ണീറാവുന്നത് ഈ വേവാണ്. ദൈവമേ, ആത്മാക്കൾ നശിക്കുന്നു, മക്കൾ നശിക്കുന്നു, ചെറുപ്പക്കാർ നശിക്കുന്നു. ഈ ഭാരം. പ്രിയപ്പെട്ട മക്കളെ, അങ്ങനെ ഈ ഭാരത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു? രണ്ടാമത്തേത്, ദിവസങ്ങളോളം നിലത്തിരുന്ന് കരയുകയും നെടുവേർപ്പെടുകയും ചെയ്തു. ഞാൻ ചങ്ക് കയറി ചോരയെടുത്ത് എന്റെ കരാങ്കുലത്തിൽ എന്റെ ഹൃദയരക്തം മുക്കി നിങ്ങൾ പറയുന്നിടത്ത് ഞാൻ കുറിച്ചു തരാം. നിങ്ങൾ എണ്ണി എഴുതി വെച്ചു, കൃത്യം അക്കമിട്ട് എഴുതി വെച്ചു. കർത്താവിന്റെ സാന്നിധ്യത്തിന് മുമ്പിൽ ഭാരപ്പെട്ട് ദിവസങ്ങളോളം നിങ്ങൾ ഇരുന്നാൽ ആ ഭാരപ്പെടുന്നവന് വേണ്ടി വഴിവെട്ടാൻ ഇറങ്ങുന്ന ഒരു ദൈവത്തെ ബൈബിള് പരിചയപ്പെടുത്തുന്നുണ്ട്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനെ ഭാരപ്പെടുന്നവന് വേണ്ടി ആ ദൈവം ഒരു വഴിവെട്ട്. യെശയ്യായിൽ ദൈവം പറയുന്നുണ്ട്, സമുദ്രത്തിൽ വഴിവെട്ടുന്നവനും പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്നവനും. സമുദ്രത്തിനകത്ത് വഴിവെട്ടുന്നവൻ,
പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്നവനുമായ സർവശക്തനായ ദൈവമെന്ന് യെശയ്യായിലൂടെ കർത്താവ് സംസാരിക്കുന്നുണ്ട്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. അതരം തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യെശയ്യാ 43:15 ഇസ്രായേലിന്റെ സ്രഷ്ടാവും നിങ്ങളുടെ രാജാവും പരിശുദ്ധനുമായ കർത്താവാണ് ഞാൻ, സമുദ്രത്തിൽ വഴിവെട്ടുന്നവനും പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്നവനും. സമുദ്രത്തിൽ വഴിവെട്ടുന്നവൻ, പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്ന പറഞ്ഞാൽ പ്രതീക്ഷയില്ലാത്ത സ്ഥലത്ത് വഴിവെട്ടുന്നവൻ, പാതയൊരുക്കുന്നവൻ. അങ്ങനെ ഭാരപ്പെട്ട് ഒരു മനുഷ്യൻ ഇരുന്നാൽ അവന് വേണ്ടി ദൈവം വഴിവെട്ടാൻ ഇറങ്ങും. അങ്ങനെ നെഹെമ്യാ ദിവസങ്ങൾ നിങ്ങൾ ഓർക്കണം, പേർഷ്യ രാജാവിന്റെ കൊട്ടാരത്തിനകത്താണ് ഇയാൾ ജീവിക്കുന്നത്. ബാബിലോൺ സാമ്രാജ്യം നശിച്ചു കഴിഞ്ഞു, പേർഷ്യ രാജാവാണ്. ആ രാജാവിന്റെ കൊട്ടാരത്തിനകത്ത് സൈറസ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. എങ്കിലും തിരിച്ചു പോകാൻ വഴിയില്ലാതെ ഇവരിങ്ങനെ നിൽക്കുന്ന സമയത്താണ് പേർഷ്യ രാജാവിന്റെ രാജകൊട്ടാരത്തിനകത്ത് ഒരു ചെറുപ്പക്കാരൻ ഭാരപ്പെടുകയാണ്. തന്റെ ജനത്തെ ഓർത്തുള്ള ഭാരം. ആ ഭാരം, പ്രിയപ്പെട്ട മക്കളെ, ധ്യാനയോഗങ്ങളിലും ധ്യാനകൂടാരങ്ങളിലും ഈ ഭാരം ഉയരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഈ ഭാരമാണ് തലവേദനയും നടുവേദനയും മാറുന്നതിനപ്പുറത്തുള്ള, വസ്തു നടക്കുന്നതിനപ്പുറത്തുള്ള, സ്വന്തം കുഞ്ഞിന് അഡ്മിഷൻ കിട്ടുന്നതിനപ്പുറത്തുള്ള, IELTS വഴി തെളിയുന്ന ആ ഒരു ആഗ്രഹത്തിനപ്പുറത്തുള്ള തിരുസഭയ്ക്ക് വേണ്ടി ഭാരപ്പെടുന്നവരുടെ എണ്ണം ധ്യാനകേന്ദ്രങ്ങളിൽ കൂടട്ടെ എന്ന് മുട്ടുകുത്തി കൈവിരിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട മക്കളെ, അത് സംഭവിച്ചാൽ കേരളത്തിന് തീ പിടിക്കും. അല്ലെങ്കിൽ ഇഷ്ടം പോലെ ആള് കൂടും, ലക്ഷങ്ങൾ കൂടും. എല്ലാവരും തലവേദന മാറിയിട്ട് തിരിച്ചു പോകും. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. തലവേദന മാറിയവന് നാളെ നടുവേദന വരും. പ്രിയപ്പെട്ട മക്കളെ, ഇതൊന്നും ശാശ്വതമല്ല. ഇതൊന്നും ശാശ്വതം. ഞാൻ രോഗശാന്തിക്കെതിരല്ല. ഇത് തുടങ്ങിയത് രോഗം മാറണേന്ന് പറഞ്ഞിട്ടാ, ആരാധനയ്ക്ക് രോഗം മാറണേന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. ഞാൻ അതിനൊന്നും എതിരല്ല. പക്ഷെ അതിനകത്ത് കെട്ടപ്പെട്ടു പോയി മലയാളി ഭക്ത സമൂഹം. കെട്ടപ്പെട്ടു പോയി, അതിനകത്ത് കെട്ടപ്പെട്ടു പോയി. അതിനപ്പുറത്ത് കാണാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ ഈ ലോകത്തിലേക്ക് കെട്ടപ്പെട്ടു പോയി. 1 കൊരിന്തോസ് 15:19 ഈ ലോകത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചതെങ്കിൽ നിങ്ങൾ ലോകത്തെ മറ്റെല്ലാ മനുഷ്യരെക്കാളും നിർഭാഗ്യരാണ്. നിർഭാഗ്യർ, അൺലക്കി, നിർഭാഗ്യർ. നിങ്ങൾ ഈ ലോകത്തിന് വേണ്ടി മാത്രമാണ് യേശുക്രിസ്തുവിനെ തേടിയെത്തിയതെങ്കിൽ, ധ്യാനം കൂടാൻ വന്നതെങ്കിൽ, ധ്യാനകേന്ദ്രങ്ങൾ കയറി ഇറങ്ങിയതെങ്കിൽ നിങ്ങളെ ബൈബിൾ വിളിക്കുന്ന പേരാണ് നിർഭാഗ്യർ. ദ മോസ്റ്റ് അൺലക്കി, നിർഭാഗ്യൻ. പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഭൗതിക അനുഗ്രഹങ്ങൾ ദൈവം തരും. അതിനുവേണ്ടി ഒത്തിരി അലഞ്ഞു ഇല്ലെങ്കിലും ദൈവം തരും. ദൈവം ഭയങ്കര വിശ്വസ്തനാണ്, ദൈവം തരും. പക്ഷേ ആദ്യം ദൈവത്തിന്റെ രാജ്യം, ആദ്യം ദൈവത്തിന്റെ ദൈവരാജ്യം അന്വേഷിക്കണം. സഭയ്ക്കകത്ത്, ദൈവമക്കൾക്കകത്ത്, ഇടവകയ്ക്കകത്ത് ഇങ്ങനൊരു ഭാരം വരണം. ഇങ്ങനൊരു ഭാരം. കുടിശ്ശിക കിട്ടിയില്ലല്ലോ എന്നുള്ള ഭാരമല്ല വരേണ്ടത്. ലേലം വിളിച്ചുകൊണ്ട് പോയി പൈസ തന്നില്ലല്ലോ എന്നുള്ള ഭാരമല്ല നമ്മുടെ അകത്ത് വരേണ്ടത്. നമ്മുടെ അകത്ത് വരേണ്ടത് പെരുന്നാളിന്റെ പിരിവ് കറക്റ്റായിട്ട് കിട്ടിയില്ലല്ലോ എന്നുള്ള ഭാരമല്ല. അതിനേക്കാളൊക്കെ വലിയ ഭാരമുണ്ട് സഭയില്. ആത്മാക്കൾ, കുടുംബങ്ങൾ നശിക്കുന്നു എന്ന ഭാരം, മനുഷ്യർ വഴിതെറ്റി പോകുന്നു എന്ന ഭാരം, ചെറുപ്പക്കാർ നഷ്ടപ്പെട്ടു പോകുന്നുള്ള ഭാരം, നിത്യത മറന്നിട്ട് ലോകത്തിലേക്ക് കണ്ണു നട്ട് മനുഷ്യര് കെട്ടപ്പെട്ടു പോകുന്നു എന്ന ഭാരം. ഈ ഭാരമാണ് നെഹെമ്യായെ വേട്ടയാടുന്നത്. അതുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നത്, രണ്ടാമത്തെ കാര്യം, ഭാരം വന്ന് നിറഞ്ഞപ്പോ ദിവസങ്ങളോളം അദ്ദേഹം നിലത്തിരുന്ന് കരയുകയും നിലവിളിക്കുകയും ചെയ്തു. അങ്ങനെ ഇരുന്നു. ഇരിക്കണം പ്രിയപ്പെട്ട മക്കളെ, ഇരിക്കണം. ഓടി നടക്കുന്നതിന് മുമ്പ് ഇരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോ, ഒരു മദർ തെരേസ അങ്ങനെ ഇരുന്നപ്പോഴാണ് മിഷണറീസ് ഓഫ് ചാരിറ്റി ഉണ്ടായത്. അങ്ങനെ ഇരിക്കണം, എവിടെങ്കിലും ഇരിക്കണം. നെടുവീർപ്പിട്ടും കരഞ്ഞും ഭാരപ്പെട്ടും ഇരിക്കണം. കർത്താവിന്റെ സന്നിധിയിൽ അങ്ങനെ ഇരിക്കണം. അങ്ങനെ ഇരുന്നപ്പോ ഉണ്ടല്ലോ, പേർഷ്യ, നിങ്ങൾ ഓർക്കണം, രാജാക്കന്മാരെ നിയന്ത്രിക്കുന്നത് ദൈവമാണ്. അതാണ് ഞാൻ രണ്ടാമത്തെ ദിവസം പറഞ്ഞത്. ഭരണകൂടങ്ങളെ നിയന്ത്രിക്കുന്ന പേർഷ്യ രാജാവിന്റെ മനസ്സിന്റെ ചിന്തകളെ അവന്റെ വായിലൊരു വാക്കെത്തുന്നതിന് മുമ്പേ അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് ഇവനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദൈവമാണ് ഇവനെ കൺട്രോൾ ചെയ്യുന്നത്. ആ ദൈവത്തിന്റെ മുമ്പിലിരുന്ന് അവന് പാനപാത്രം എടുത്തു കൊടുക്കുന്ന അവന്റെ കപ്പ് ബെയറർ ആ ദൈവത്തിന്റെ മുമ്പിലിരുന്ന് കരഞ്ഞപ്പോ ആ രാജാവിന്റെ ചിന്തയ്ക്കകത്ത്, അവന്റെ ബോധത്തിനകത്ത് ഈ ചെറുപ്പക്കാരനോട് ഒരു സ്നേഹം വരികയാണ്. അന്ന് വരെ മിണ്ടിയിട്ടില്ലാത്തവൻ, അന്ന് വരെ പാനപാത്രവാഹകനോട് ഒരു അക്ഷരം ഉരിയാടിയിട്ടില്ലാത്തവൻ. നോക്കിക്കോ നിങ്ങൾ, നെഹെമ്യാ പ്രവചനം 2-ാം അധ്യായം. 2-ാം അധ്യായത്തിൽ 1-ാം വാക്യം. അർത്താക്സക്സസ് രാജാവിന്റെ 20-ാം ഭരണവർഷം നീസാം മാസം ഞാൻ രാജാവിന് വീഞ്ഞ് പകർന്നു കൊടുത്തു. ഇതിനു മുമ്പ്
മ്ലാനവദനായി, ദുഃഖിതനായി, ദുഃഖം നിറഞ്ഞ മുഖമുള്ളവനായി രാജാവ് എന്നെ കണ്ടിട്ടില്ല. രാജാവ് എന്നോട് ചോദിച്ചു, രോഗമില്ലാതിരുന്നിട്ടും എന്തേ നിന്റെ മുഖം മ്ലാനമായിരിക്കുന്നു? രാജാവ് ഈ കൃമിയോട്, ഈ ലോ ലെവൽ, ലോ ഗ്രേഡ് ഉദ്യോഗസ്ഥനോട്, ഈ താഴ്ന്ന ജീവനക്കാരനോട്, ഈ കീഴ് ജീവനക്കാരനോട് രാജാവ് അങ്ങനൊന്നും ഉരിയാടില്ല. പ്രോട്ടോകോൾ അനുസരിച്ച് ചോദിക്കാണ്, ഇവന് പാനപാത്രം കൊണ്ട് കൊടുക്കുന്നവനോട് ചോദിക്കുകയാണ്, നിന്റെ മുഖത്തൊരു സങ്കടം, എന്താ നിന്റെ മുഖത്തൊരു സങ്കടം എന്ന് ചോദിക്കുകയാണ്. രോഗമില്ലാതിരുന്നിട്ടും എന്തേ നിന്റെ മുഖം മ്ലാനമായിരിക്കുന്നു? ഹൃദയവേദനയല്ലാതെ അപ്പൊ രാജാവ് പറയാണ്, എടാ നിനക്കെന്തോ ഹൃദയവേദനയുണ്ടല്ലോ, ഹൃദയവേദനയാണല്ലോ ഇത്. അപ്പോൾ ഭയത്തോടെ, കണ്ടോ നിങ്ങള്, കൂളായിട്ട് പറയല്ല. എന്നും മിണ്ടുന്നവനാണെങ്കിൽ പേടിയില്ല, വല്ലപ്പോഴും ഒരിക്കൽ മിണ്ടുന്ന അതാണ്. ഒരിക്കലും മിണ്ടിയിട്ടില്ല, ഇങ്ങനെ പേടിയോടെ പറഞ്ഞു, ഭയത്തോടെ ഞാൻ പറഞ്ഞു, രാജാവ് നീണാൽ വാഴട്ടെ, എന്റെ പിതാക്കന്മാർ നിദ്ര കൊള്ളുന്ന നഗരകവാടങ്ങൾ കത്തി നശിച്ചു കിടക്കുമ്പോൾ എന്റെ മുഖം എങ്ങനെ പ്രസാദിക്കും? എന്റെ പിതാക്കന്മാർ നിദ്ര കൊള്ളുന്ന നഗരകവാടങ്ങൾ കത്തി നശിച്ചു കിടക്കുമ്പോൾ എന്റെ മുഖം എങ്ങനെയാണ് പ്രസാദിക്കുന്നത്? നെഹെമ്യാ രാജകൊട്ടാരത്തിലിരുന്ന് അദ്ദേഹം മ്ലാനവദനായി രാജാവിന് വീഞ്ഞ് പകർന്നു കൊടുക്കുമ്പോൾ രാജാവ് ചോദിക്കുകയാണ്, എന്തേ നിന്റെ മുഖം മ്ലാനമായിരിക്കുന്നു? അപ്പൊ അദ്ദേഹം പറയുകയാണ്, രാജാവ് പറയുകയാണ്, ഹൃദയവേദനയല്ലാതെ മറ്റൊന്നല്ലിത്. ഇത് ശരീരത്തിന്റെ രോഗമല്ല, ഇത് മാനസിക പീഡയാണ്. അപ്പൊ അദ്ദേഹം പറയുകയാണ്, നെഹെമ്യാ രാജാവിനോട് ഭയത്തോടെ പറയുകയാണ്, എന്റെ പിതാക്കന്മാർ നിദ്ര കൊള്ളുന്ന നഗരകവാടങ്ങൾ കത്തി ശൂന്യമായി കിടക്കുമ്പോൾ എന്റെ മുഖം എങ്ങനെ പ്രസന്നമാകും? അപ്പൊ അദ്ദേഹം രാജാവിനോട് പറഞ്ഞു, രാജാവേ, ഈ ദാസനോട് പ്രീതി തോന്നിയാൽ എന്റെ പിതാക്കന്മാർ നിദ്ര കൊള്ളുന്ന നഗരം പുനരുദ്ധരിക്കാൻ എന്നെ അയക്കുമോ? കേക്ക്, മൂന്നാമത്തെ കാര്യം, ഓസ്ലേമിന്റെ മതിലുകൾ കത്തിക്കിടക്കുന്നു, കത്തിക്കരിഞ്ഞു തകർന്നു കിടക്കുന്നു, നഗരകവാടങ്ങൾ അഗ്നിക്കരയായി കിടക്കുന്നു. കേൾക്കണേ, മലയാളിയുടെ ഗുണം ഞാൻ പറയാം, കേട്ടോ, എന്റെയും നിങ്ങളുടെയും ഗുണം ഞാൻ പറഞ്ഞുതരാം. ഓസ്ലേമിന്റെ മതിലുകൾ തകർന്നു കിടക്കുന്നു, നഗരകവാടങ്ങൾ അഗ്നിക്കരയായി. മലയാളിയായിരുന്നു നെഹെമ്യായെങ്കിൽ മലയാളി അത് കണ്ടിട്ട് കഷ്ടം, മതില് തകർന്നു കിടക്കുന്നു, എന്തോ കഷ്ടം, നഗരകവാടങ്ങൾ അഗ്നിക്കരയായി, കഷ്ടം. ഇങ്ങനെ കഷ്ടം പറഞ്ഞ് ഐസ്ക്രീം തിന്നിരിക്കും, ചാനലും മാറ്റിയിരിക്കും, കഷ്ടം പറയും, 40 വട്ടം പറയും ദിവസം. ഈ കഷ്ടം പറഞ്ഞ് ചാരുകസേരെ കാല് നീട്ടിക്കിടക്കും. അയ്യോ, അവരുടെ അവസ്ഥ കണ്ടോ, കഷ്ടം. അയ്യോ, സഭയുടെ അവസ്ഥ കണ്ടോ, കഷ്ടം. നെഹെമ്യാ മലയാളി ആയിരുന്നില്ല, ചൊണയുള്ളവനായിരുന്നു, നട്ടലുള്ളവനായിരുന്നു, കുടുംബത്തിൽ പറന്നവനായിരുന്നു. അതുകൊണ്ട് ഒരു കാര്യത്തെക്കുറിച്ച് സങ്കടം വന്നപ്പോ രാജാവിനോട് ചോദിച്ചു, രാജാവേ, ഈ ജോലി തൽക്കാലം കളഞ്ഞിട്ട്, ഈ ഉത്തരവാദിത്തം തൽക്കാലം മാറ്റിവെച്ചിട്ട് വിടുവോ എന്നെ? എന്റെ കത്തിക്കരഞ്ഞു കിടക്കുന്ന നഗരകവാടങ്ങളും തകർന്നു കിടക്കുന്ന മതിലുകളും പുനരുദ്ധരിക്കാൻ എന്നെ വിടാമോ? അവൻ പോട്ടെ എന്നല്ല പറഞ്ഞേ, അഭിഷേകമുള്ള 10 പേര് സഭയിൽ എഴുന്നേക്കട്ടെ എന്നല്ല പറഞ്ഞേ, എന്നെ അഭിഷേകം ചെയ്യാവോ? അങ്ങനെ ചോദിച്ചേ. മനസ്സിലായോ? കർത്താവേ, ഈ ജനത്തെ മാനസാന്തരപ്പെടുത്താൻ കൃപയുള്ള 10,000 എഴുന്നേക്കട്ടെ എന്ന് ഛേദമില്ലാത്തൊരു പ്രാർത്ഥനയില പറഞ്ഞത്. എന്നെ അഭിഷേകം ചെയ്യാവോ? എന്നെ അഭിഷേകം ചെയ്യാവോ? എന്നെ വിടാവോ? പ്രിയപ്പെട്ട മക്കളെ, യേശുവിന്റെ വരവിന് വേണ്ടി പ്രപഞ്ചത്തെ ഒരുക്കാൻ കർത്താവ് തെരഞ്ഞെടുക്കുന്ന ആ റെമനന്റ്, ആ അവശിഷ്ട ഭാഗം, അവരിങ്ങനെയാണ്, അവര് തയ്യാറാണ്. ഞാൻ എന്താ ചെയ്യണ്ടേ? ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? അപ്പൊ ഈ നെഹെമ്യായ്ക്ക് കൊട്ടാരത്തിൽ നിന്ന് ലീവ് എടുക്കേണ്ടി വരും. നെഹെമ്യായ്ക്ക് ശമ്പളം പോവും, നെഹെമ്യായ്ക്ക് അലവൻസ് നഷ്ടപ്പെടും, PF ഇല്ലാതാവും, കിട്ടേണ്ട പല ആനുകൂല്യങ്ങളും നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെടുമെന്ന് വന്നപ്പോഴയാൾ പറയുകയാണ്, സാരമില്ല, നഗരകവാടങ്ങൾ കത്തിക്കരിഞ്ഞും മതിലുകൾ തകർന്നു കിടക്കുന്നു, അതുകൊണ്ട് ഇത് പുനരുദ്ധരിക്കാൻ. അപ്പൊ ചോദിക്കുകയാണ്, രാജാവ്, ഞാൻ പൊക്കോട്ടെ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട അമ്മേ, 517-ാമത്തെ ധ്യാനമല്ലേ നീ കൂടിയത്?
ഈ കൂടുന്ന 517ാമത്തെ ധ്യാനമല്ലേ? ഞാൻ ചോദിക്കട്ടെ, ധ്യാനം കൂടി കൂടി കേട്ട് 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 ഓക്കാനം വരുമെന്ന പരുവത്തിലാണ് മലയാളക്കരയിലെ വിശ്വാസിയുടെ അവസ്ഥ. ഓക്കാൻ, ഛർദ്ദിക്കാൻ വരികയാണ്. കാരണം ഇതെന്ത് ധ്യാനം? ഓരോ ധ്യാനം കേട്ട് കഴിയുമ്പോഴും ഓരോ ധ്യാന ഗുരുക്കന്മാരുടെ പുറകെ 6 മാസം ഓടി കഴിയുമ്പോഴും ഇത് മടുത്തു, ഇനി അടുത്തത് പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, അങ്ങോട്ട് പോവാം. ഇതാണ് നമ്മുടെ അവസ്ഥ. നിങ്ങളുടെ കാര്യമല്ല, എന്റെ അവസ്ഥ. എന്റെ കാര്യം ഞാൻ പറയാം. നിങ്ങൾ മാന്യന്മാരും മാന്യ വനിതകളും മഹാന്മാരുമാണ്. എന്റെ കാര്യം ഞാൻ പറയുകയാണ്. നമുക്ക് 6 മാസം അയാള് മടുത്തു, 6 മാസം ഇയാള് മടുത്തു, 6 മാസം ഈ ധ്യാന കേന്ദ്രം മടുത്തു. ഞാൻ ചോദിക്കട്ടെ മക്കളെ, നിന്റെ അക്കൗണ്ടിൽ എത്ര ആത്മാക്കള് സ്വർഗത്തിൽ കയറി? മലയാളി ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. നിന്റെ അക്കൗണ്ടിൽ എത്ര ആത്മാക്കള് രക്ഷപ്പെട്ടു? ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ, അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഈ ഭൂമിയിൽ ഉണ്ട്. നിനക്ക് ചെയ്യാൻ പറ്റും. നീ അത് ചെയ്താൽ നിനക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. പ്രിയപ്പെട്ട മക്കളെ, എന്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. അതായത് വെറുതെ ഒരു വീട്ടിൽ കയറി ചെന്നിട്ട് ഒരു ചേട്ടനെ തലയെ കൈവച്ചിട്ട്, ചേട്ടാ കള്ളു കുടിക്കരുത്, പള്ളി വരണമെന്ന് പറയുമ്പോ 18, 20, 28, 30 വർഷമായിട്ടുള്ള മദ്യപാനം വെറുതെ ഇങ്ങനെ പറയുമ്പോ മാറിയ അനുഭവങ്ങള് 100 കണക്കിന്റെ ജീവിതത്തിലുണ്ട്. ഒരു വശത്തത്, മറുവശത്ത് ഞാൻ രാപകലില്ലാതെ കരഞ്ഞും തപിച്ചും നിലവിളിച്ചും പ്രാർത്ഥിച്ചിട്ടും മാനസാന്തരപ്പെടാത്ത അനേകര് മറുവശത്തുമുണ്ട്. ഒരിക്കലും ഇതെനിക്ക് കൺഫ്യൂഷനായി. അതായത് എന്റെ പവറാണെങ്കിൽ ഞാൻ ആരെ തൊട്ടാലും അവരുടെ മദ്യപാനം മാറണം. എന്നിൽ പ്രവർത്തിക്കുന്ന കൃപയാണെങ്കിൽ ഞാൻ ഏത് വീട്ടിൽ കയറി ആരുടെ തലയെ തൊട്ടാലും അവരുടെ മദ്യപാനം മാറണം. എന്നാൽ ഒത്തിരി പേർക്ക് വേണ്ടി നമ്മൾ സർവ്വ കഴിവ് ഉപയോഗിച്ച് പ്രയത്നിച്ചിട്ട് ഒരു മാറ്റമില്ല. ഒരിക്കൽ കർത്താവ് ഇതെന്താണ് ഇതിനൊരു മറുപടി തരുമോ? പരിശുദ്ധാത്മാവ് എനിക്കൊരു മറുപടി തന്നു. എന്തെന്നറിയാമോ? നിന്നിലൂടെ നീ ഉണർന്നാൽ ഉണർത്തപ്പെടണ്ട, നീ പ്രവർത്തിച്ചാൽ രക്ഷപ്പെടണ്ട, നീ കൃപയിൽ വന്നാൽ മാനസാന്തരപ്പെടണ്ട ചില കുടുംബങ്ങളെ ഞാൻ ഈ നാട്ടി വെച്ചിട്ടുണ്ട്. നീ ഉണർന്നാലേ അവരുണരൂ, നീ ഉണർന്നില്ലെങ്കിൽ അവരുണരില്ല. മറ്റുള്ളവർക്ക് ഞാൻ വേറെ ചിലരെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇത്? അതായത് എന്റെ ശുശ്രൂഷ വഴി ദൈവരാജ്യത്തിന്റെ ഭാഗമാവേണ്ട ചില മക്കള് ഈ നാട്ടിലുണ്ട്, ലോകത്തുണ്ട്. ഞാൻ ഉണർന്നില്ലെങ്കിൽ അവർ ചിലപ്പോ നശിക്കാൻ സാധ്യതയുണ്ട്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, അതായത് നിനക്ക് വെച്ചിരിക്കുന്ന, നിന്റെ അക്കൗണ്ടിൽ ദൈവം വെച്ചിരിക്കുന്ന ചില ആളുകളുണ്ട്. ലോകത്തുള്ള എല്ലാവരെയും മാനസാന്തരപ്പെടുത്താൻ പറ്റില്ല. 100 വട്ടം നിങ്ങൾ ചോദിച്ചോ, ലോകത്തെ ഏറ്റവും കൊടികെട്ടിയ അഭിഷിക്തനോട് നിങ്ങൾ ചോദിച്ചോ, അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് എല്ലാവരുടെയും ക്യാൻസർ മാറിയോ? ഇല്ല. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് എല്ലാ തളർവാതിരുക എഴുന്നേറ്റോ? ഇല്ല. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് എല്ലാ മദ്യപാനത്തിന്റെ കെട്ടുകഴിഞ്ഞോ? ഇല്ല. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് എല്ലാ ഓട്ടിസവും മാറിയോ? ഇല്ല, മാറില്ല. ഐ ചലഞ്ച്, വെല്ലുവിളിക്കുന്നു. 100 ചിലപ്പോ 50 മാറൂ, 50 മാറില്ല. 50 വേറെ ഒരുത്തനെ വെച്ചിരിക്കുന്നതാണ്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. അതായത് നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതാണ് ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നത്. 75 വയസ്സുള്ള ഒരമ്മ ഈ രാത്രിയിലെ ദൈവത്തിന്റെ ദൂത് കേൾക്കുമ്പോ ഭാരപ്പെടും. കർത്താവേ, ഞാൻ എന്ത് ചെയ്യും? അമ്മേ, നിന്നോട് ആത്മാവ് പറയുന്നു, നിന്റെ വീട്ടിലെ, നിന്റെ പ്രാർത്ഥനാ മുറിയിലെ, നിന്റെ പ്രാർത്ഥനാ പായയിൽ മുട്ടുകുത്തിയിട്ട് വചനപ്രഘോഷകരെ സാത്താൻ തൊടാതിരിക്കാൻ നിനക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കാമോ? അതാണ് നിന്റെ വേല. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കറിയില്ലെങ്കിൽ കേട്ടോ, കേരളത്തിൽ സുവിശേഷ വേല നിർവഹിക്കുന്ന സകല വൈദികർക്കും സകല അൽമായർക്കുമെതിരെ കൃത്യമായ ടാർഗറ്റ് ഇട്ട് കൃത്യമായി ആഭിചാരം ചെയ്യുന്ന ആളുകൾ കേരളത്തിലുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് അറിഞ്ഞു. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. ധ്യാന കേന്ദ്രങ്ങൾക്കെതിരെ, ദൈവ ശുശ്രൂഷകൾക്കെതിരെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്ന സാത്താൻ സേവക്കാരുണ്ടെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി അറിഞ്ഞു. അങ്ങനെ ഈ നാട്ടിലുണ്ട്. പ്രാർത്ഥിച്ച് ബലപ്പെടുത്തേണ്ടവൻ കുറ്റം പറഞ്ഞ് വീട്ടിലിരിക്കുമ്പോ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ സാത്താൻ സേവക്കാര് കരുതിയിരിക്കുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞോ? നാളെ 4 ലക്ഷം വീണാ നിങ്ങൾ കുറ്റപ്പെടുത്തും. നാളെ 4 ലക്ഷത്തിന് പിഴവ് വന്നാൽ നിങ്ങൾ പറയും, അന്നേ ഞാൻ കണക്ക് കൂട്ടിയാന്ന് പറയും. പ്രിയപ്പെട്ട മക്കളെ, സകല ശുശ്രൂഷകരുടെ നേരെയും, എനിക്ക് ഇതിൽ കൂടുതൽ ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ അത് വിവാദമാവും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സകല കേരളത്തിൽ നടന്ന ചില സംഭവങ്ങളെ കുറിച്ച് എനിക്ക് കൃത്യമായ ധാരണ എന്റെ മനസ്സിലുണ്ട്. കൃത്യമായിട്ട് ആരെയൊക്കെ ടാർഗറ്റ് ചെയ്തു, ആരുടെയൊക്കെ പേരെഴുതി വെച്ചു, എന്തൊക്കെ ചെയ്തു. നിങ്ങൾ തലവേദന മാറാൻ പ്രാർത്ഥിച്ച് നൊവേന നടത്തിയിരുന്നു. ജനമുണർന്ന്
പ്രിയപ്പെട്ട മക്കളെ, അതായത് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ദൈവ ശുശ്രൂഷ ചെയ്യുന്ന സകലരെയും ആക്രമിച്ചും താറടിച്ചും തോന്നിയാസം പറഞ്ഞും ആവശ്യമില്ലാത്തത് എഴുതി വിട്ടും കമന്റ് എഴുതിയും അവരുടെ മനോവീര്യം കെടുത്തുമ്പോ നിങ്ങൾ അറിഞ്ഞോ, നിങ്ങൾ സാത്താൻ സേവക്കാരെക്കാൾ മോശമാണ്. അവരിത്രയും ചെയ്തിട്ടില്ല. നിങ്ങൾ മുട്ടുകുത്തിയോ? നിങ്ങൾ കരഞ്ഞോ? നിങ്ങൾ കൈവിരിച്ചോ? നിങ്ങൾ ഉപവസിച്ചോ? ഒരച്ഛൻ വീണെന്നല്ലേ നിങ്ങൾ പറഞ്ഞുള്ളൂ? ഒരു സിസ്റ്റർ ഓടിപ്പോയെന്നല്ലേ നിങ്ങൾ പറഞ്ഞുള്ളൂ? അവരങ്ങനെ ചെയ്തു, അവരങ്ങനെ പോയി, അവരാ വഴി, ഇതല്ലേ നിങ്ങൾ പറഞ്ഞു? നിങ്ങൾ പ്രാർത്ഥിച്ചോ? നിങ്ങൾ കരഞ്ഞോ? നിങ്ങൾ നിലവിളിച്ചോ? പുരോഹിതര് വീഴാതിരിക്കാൻ വേണ്ടി നിങ്ങൾ കരങ്ങൾ ഉയർത്തിയോ? സന്യസ്തരിടറാതിരിക്കാൻ, കൃപയിൽ വളരാൻ നിങ്ങൾ കരങ്ങൾ ഉയർത്തിയോ? എനിക്കൊരു കാര്യം 100 വട്ടം അറിയാം. ഇന്ന് ഞാൻ ഇവിടെ നിന്ന് ഈ സ്റ്റേജിൽ നിന്ന് സുവിശേഷം പറയുന്നെങ്കിൽ 10,000-കണക്കിനല്ല, ലക്ഷക്കണക്കിന് ആളുകൾ ചങ്ക് പറിച്ച് ദൈവമേ അച്ഛനെ കാത്തോണേ എന്ന് പ്രാർത്ഥിക്കുന്നോണ്ടാണ് നേരെ നിവർന്ന 6 അടി പൊക്കത്തിൽ ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. എന്റെ ബലം കൊണ്ടല്ല. ആരോ കരഞ്ഞു, ആരോ ഉപവസിച്ചു, ആരോ മുട്ടുകുത്തി, ആരോ പട്ടിണി കിടന്നു. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, എനിക്കെന്ത് ചെയ്യാൻ പറ്റി? എനിക്ക് വാട്സപ്പിലൂടെ പ്രചരിപ്പിച്ച് നീ 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 താറടിക്കും. നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അതാ. ഇപ്പം ഫേസ്ബുക്കിലൂടെ നീ കമന്റ് എഴുതി ചെയ്യ്. ദുരുദ്ദേശമില്ലാതെ നമ്മൾ പറയുന്ന കാര്യങ്ങളെ വളച്ചൊടിച്ച് പ്രചരിപ്പിച്ച് അപവാദങ്ങൾ പറഞ്ഞ് അവസാനം പ്രസംഗത്തിന് നിങ്ങൾ വിലക്കേർപ്പെടുത്ത് 10 ആത്മാക്കൾ രക്ഷപ്പെടട്ടെ. അങ്ങനെ ചെത്ത് പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളിത് ശ്രദ്ധിക്കണം. ഞാൻ ചങ്ക് വേദനിച്ച് ഞാൻ പറയുകയാണ്. അതായത് സുവിശേഷ വേലയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലേലും നശിപ്പിക്കരുത്. ഒരാൾ അതിനു വേണ്ടി എന്തുമാത്രം വില കൊടുത്തിട്ടുണ്ടെന്ന് കരക്കിരുന്ന് കളി കാണുന്നവർക്ക് ഒരിക്കലും അറിയില്ല. പ്രിയപ്പെട്ട മക്കളെ, യൂട്യൂബിലിരുന്ന് ദൈവവചനം കേൾക്കുന്ന സകലരോടും ഒരു കാര്യം ഞാൻ പറയട്ടെ. നിങ്ങൾ നിങ്ങളുടെ ഈസി ചെയറിൽ ചാരിയിരുന്ന് ദൈവവചനം കേൾക്കുന്നതിന് പാതിരാത്രികളിൽ ചിലപ്പോൾ അരമണിക്കൂർ, ചിലപ്പോൾ 1 മണിക്കൂർ, ചിലപ്പോൾ 2 മണിക്കൂർ മാത്രം ഉറങ്ങി ഒരു രാത്രി കൺവെൻഷൻ കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയിട്ട് മുറി കയറിയിട്ട് ഉറങ്ങാതെ ഇത് മുഴുവൻ എഡിറ്റ് ചെയ്ത് ആ രാത്രി തന്നെ അപ്ലോഡ് ചെയ്ത് 1 മണിക്കൂർ, 2 മണിക്കൂർ മാത്രം ഉറങ്ങാതിരുന്ന് ചെയ്യുന്ന ചില മനുഷ്യരെ രാത്രി വെളുപ്പിക്കുന്നോണ്ടാണ്, രാത്രി പകലാക്കുന്നോണ്ടാണ് ചാരിക്കിടന്ന് ഇതിങ്ങനെ കണ്ടിട്ട് അടി കമന്റ് എഴുതി കുറ്റം പറയാൻ പറ്റുന്നത്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, എനിക്ക് പറയാനുള്ളത്, നെഹമ്യ എന്തെന്നറിയാമോ? അയാൾ പറഞ്ഞു അവൻ പോട്ടെ, ഹനാനി പോട്ടെ, അല്ലെ മറ്റവൻ പോട്ടെ എന്ന് പറയാതെ ഐ ആം റെഡി ടു ഗോ. ഞാൻ പോവാം കർത്താവേ, രാജാവേ എന്നെ വിടും. അപ്പൊ രാജാവ് ചോദിച്ചു എത്ര നാള് വേണം? അപ്പൊ ഇയാളൊരു കണക്ക് പറഞ്ഞു, കുറെ മാസത്തിന്റെ കണക്ക് പറഞ്ഞു. അപ്പൊ രാജാവ് ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, ദൈവമാണ് പ്രവർത്തിക്കുന്ന രാജാവിന്റെ തലയിൽ. രാജാവ് ആലോചിച്ചിട്ട് പറഞ്ഞു, മോനെ പൊക്കോളാൻ പറഞ്ഞു, നീ പൊക്കോളാൻ പറഞ്ഞു. പ്രിയപ്പെട്ട മക്കളെ, അങ്ങനെ ഈ മനുഷ്യൻ പ്രവാസത്തിൽ കഴിയുന്ന മനുഷ്യരെ വിളിച്ചുകൂട്ടി അവരെയും കൊണ്ട് ജെറുസലേമിലേക്ക് തിരിച്ചു പോവാണ്. തിരിച്ചു പോകുന്ന എന്തിനെന്നറിയാമോ? തിരിച്ചു പോകുന്നത് തകർന്നു കിടക്കുന്ന മതില് പണിയാൻ, കത്തിക്കരിഞ്ഞു കിടക്കുന്ന നഗര കവാടങ്ങൾ അത് പുതുക്കി പണിയാനാണ് ഈ മനുഷ്യൻ പോകുന്നത്. എനിക്കെല്ലാം പറയാൻ സമയമില്ല, പെട്ടെന്ന് ഞാൻ ചില കാര്യങ്ങൾ പറയാം. എടുത്ത് 3-ാമത്തെ അധ്യായത്തിൽ ഞാൻ പറയുന്ന വാക്യങ്ങൾ ശ്രദ്ധിച്ചോണം. ഇതാണ് സ്ട്രാറ്റജി, നെഹമ്യായുടെ തന്ത്രം. അതാണ് ഈ കാലഘട്ടത്തിൽ ദൈവരാജ്യ ശുശ്രൂഷയുടെ തന്ത്രം. കേട്ടോണം. അയാൾ ജെറുസലേമിൽ തിരിച്ചു ചെന്നിട്ട് അറ്റകുറ്റപ്പണികളെല്ലാം ചെയ്തു. അതിന്റെ വിശദീകരണങ്ങളാണ് 3-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത്. ഞാൻ പറയുന്ന ഭാഗം മാത്രം വായിച്ചു. 3-ാം അധ്യായം 20-ാം തിരുവചനം. അവിടം മുതൽ പ്രധാന പുരോഹിതൻ ഏലിയാഷീബിന്റെ ഭവന കവാടം വരെ സാബായുടെ പുത്രൻ ബാറൂക്ക് പുതുക്കി പണിഞ്ഞു. മതിലിന്റെ കാര്യം പറയുന്നത്, ജെറുസലേമിന്റെ ചുറ്റുമുണ്ടായിരുന്ന കോട്ട മതിൽ അത് പൊളിഞ്ഞു കിടക്കാണ്. അപ്പോ ഏലിയാഷാബ് എന്ന് പറയുന്ന ആള്, പ്രധാന പുരോഹിതൻ ഏലിയാഷീബിന്റെ ഭവന കവാടം വരെ ബാറൂഖ് എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞു. ഇങ്ങോട്ട് നോക്കണേ, ഒരാൾ പറയാണ്, അതായത് പ്രധാന പുരോഹിതന്റെ വീട് അവിടുന്ന് ബാറൂഖിന്റെ എന്റെ വീട് വരെ ഞാൻ പണിഞ്ഞോളാം, അതിന്റെ ചെലവ് നിങ്ങൾ അറിയണ്ട, അത് ഞാനും എന്റെ വീട്ടുകാരും കൂടെ അത് പണിഞ്ഞോളാം. അപ്പൊ അടുത്തവൻ കേട്ടോണം,
അവിടെ മുതൽ എലിയാഷീബിന്റെ വീടിന്റെ അതിർത്തി വരെയുള്ള ഭാഗം ഹക്കോസിന്റെ പുത്രനായ ഊറിയായുടെ പുത്രൻ മെറേമോത്ത് പണിതു. പേരൊന്നും ഓർത്ത് മാറപ്പെടണ്ട. പിന്നീടുള്ള ഭാഗം ജെറുസലേമിന് ചുറ്റും വസിച്ചിരുന്ന പുരോഹിതന്മാർ പണിഞ്ഞു. അപ്പൊ പുരോഹിതന്മാർ പറഞ്ഞു, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം ഞങ്ങൾ പണിയാന്ന് പറഞ്ഞു. സിസ്റ്റേഴ്സ് പറഞ്ഞു, ഞങ്ങളുടെ ആ ഭാഗം ഞങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു. സിസ്റ്റേഴ്സ് ഇല്ല ഇതിനകത്ത്, പണ്ടില്ലാത്തോണ്ടാ. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പുരോഹിതന്മാർ കഴിഞ്ഞാൽ കന്യാസ്ത്രീകളെന്ന് കാണണ്ടേ, പണ്ടാത് അങ്ങനെ കൂട്ടരില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇല്ലാത്തത്. തുടർന്ന് ബെഞ്ചമിനും ഹാഷൂബും തങ്ങളുടെ വീടിന് നേരെയുള്ള ഭാഗം പണിഞ്ഞു. അനനിയയുടെ പുത്രനായ മാസോയുടെ പുത്രൻ അസറിയ തന്റെ വീടിനോട് ചേർന്നുള്ള ഭാഗം പണിഞ്ഞു. ഇതെല്ലാം വായിക്കാൻ സമയമില്ല. എന്താ ചെയ്യുന്നത്? ഇങ്ങോട്ട് നോക്കൂ. അതായത് കൊടുമണ്ണു എന്ന് വന്നവൻ പറഞ്ഞു, ഞങ്ങൾ കൊടുമണ്ണുള്ളത് പണിഞ്ഞോളാന്ന് പറഞ്ഞു. പറക്കോട് എന്ന് വന്നവൻ പറഞ്ഞു, ഞങ്ങൾ പറക്കോടുള്ളത് പണിയാന്ന് പറഞ്ഞു. അടൂരുള്ളവൻ പറഞ്ഞു, ഞങ്ങൾ ഈ 4 വീട്ട് ഞങ്ങൾ പണിഞ്ഞോളാന്ന് പറഞ്ഞു. അപ്പുറത്തോട്ട് ചെന്നപ്പോ ബൈപ്പാസിന്റെ അവിടെ താമസിക്കാൻ പറഞ്ഞു, ഞങ്ങൾ ആ ഭാഗം പണിയാന്ന് പറഞ്ഞു. അങ്ങോട്ട് കുറച്ചു നേരം പോയി കഴിഞ്ഞപ്പോ വേറൊരുത്തമ്മ, ഞാൻ പുതുശ്ശേരി ഭാഗത്ത്, അത് ഞങ്ങൾ പണിഞ്ഞോളാന്ന് പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? അതായത് നിന്നെ ദൈവം എവിടെ നിർത്തിയിരിക്കുന്നോ അവിടെ തകർന്നു കിടക്കുന്നിടം നീ പണിതാൽ, എന്നെ ദൈവം നിർത്തിയിരിക്കുന്നിടത്ത് തകർന്നു കിടക്കുന്നത് ഞാൻ പണിഞ്ഞാൽ, വേറൊരുത്തനെ ദൈവം നിർത്തിയിരിക്കുന്നിടത്ത് തകർന്നു കിടക്കുന്നത് അവൻ പണിഞ്ഞാൽ, ഈ മതില് പണി പെട്ടെന്ന് തീരും. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഇത് പണിയുന്നതിന് പകരം ഇത് പൊളിച്ചുകൊണ്ടിരിക്കുക. നമ്മള് ബാക്കിയോട് അടിച്ചിട്ട് അതിനകത്തെ കല്ലിളക്കി സ്വന്തം വീട്ടിൽ കൊണ്ടുപോകാനാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അന്നേരമാണ് ഇത് നമ്മൾ പണിയാന്ന് പറയുന്നത്. ഇതിനകത്തുനിന്ന് എന്താ ആദായം കിട്ടുമെന്നാണ് നമ്മുടെ ശ്രദ്ധ. പ്രിയപ്പെട്ട മക്കളെ, ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് പഴയ നിയമമാണ്, പക്ഷെ ഇതാണ് പുതിയ നിയമം. ഓരോരുത്തരും പറയാണ്, എന്റെ അച്ചോ, ഞാൻ എന്റെ പ്രാർത്ഥന കൂട്ടായ്മ അവിടുത്തെ മതിൽ ഞാൻ പണിഞ്ഞോളാം. അമ്മമാര് പറഞ്ഞു, ഞങ്ങള് ഈ മാതൃസംഘം ഞങ്ങൾ പണിഞ്ഞു, അത് ഞങ്ങളേറ്റെന്ന് പറഞ്ഞു. ചെറുപ്പക്കാര് പറഞ്ഞു, അച്ചോ ഞങ്ങള് യൂത്തിന്റെ കാര്യം അവിടെ ആ ചെറുപ്പക്കാര് താമസിക്കുന്ന സ്ഥലത്ത് അത് ഞങ്ങൾ പണിഞ്ഞോളാന്ന് പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? സിസ്റ്റേഴ്സ് പറഞ്ഞു, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്തം അവിടെ ഞങ്ങൾ പണിഞ്ഞോളാം. പ്രിയപ്പെട്ട മക്കളെ, ഇങ്ങനെ ഓരോരുത്തരെയും ദൈവം നിർത്തിയിരിക്കുന്നിടത്തെ മതില് പണിഞ്ഞു. ഇതാണ് മൂന്നാമത്തെ കാര്യം. ഇതാണ് സ്ട്രാറ്റജി. ഇതാണ് ദൈവരാജ്യ ശുശ്രൂഷയുടെ തന്ത്രം. നീ നിൽക്കുന്നിടം നീ പുതുക്കി പണിയണം. നിന്റെ ജോലിയാണത്. അതിനുവേണ്ടിയുള്ള സ്ട്രാറ്റജി എന്താണ്? നാളെ മുതൽ പള്ളിയിൽ ചെന്നിട്ട് കാണുന്നവരെല്ലാം തെറി വിളിക്കുകയും കുറ്റം പറയുകയല്ല. നിന്റെ വീടിനകത്ത്, നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത്, നിന്റെ പ്രാർത്ഥനാ പായിൽ നീ മുട്ടുകുത്തി ഇത് ആരംഭിക്കണം. ദൈവമേ, എന്റെ ഇടവക നേരെയാവണം. അമേരിക്കയിലെ ഒക്കൽഹോമ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു യാക്കോബായ പള്ളിയിൽ ഞങ്ങൾ ധ്യാനം നടത്തി. യാക്കോബായ സുറിയാനി പള്ളിയിൽ ധ്യാനം നടത്തുകയാണ്. അപ്പൊ അവിടെ 3 ചെറുപ്പക്കാരാണ് ഈ ധ്യാനം നടത്താൻ ആഗ്രഹിച്ചത്. അവര് മാസങ്ങളല്ല വർഷങ്ങൾ പ്രാർത്ഥിച്ചത് ഒരു നിത്യാരാധന ചാപ്പലിൽ ചെന്നിട്ട് 3 ചെറുപ്പക്കാര് നേഴ്സസ് ആയിട്ട് ജോലിക്ക് വന്നാണ്. അവർ യാക്കോബായ സുറിയാനി സഭയിലെ അംഗങ്ങളാണ്. ആ ചെറുപ്പക്കാര് അവരാഗ്രഹിച്ചു, ഞങ്ങളുടെ പള്ളിയിൽ വചന ശുശ്രൂഷ നടക്കണം, വചന ശുശ്രൂഷ ഇതുപോലെ ഒരു ധ്യാനം നടക്കണം, ഇവിടെ നമ്മൾ ചെയ്യുന്ന പോലെ ഒരു ധ്യാനിരിച്ചം വന്ന് ധ്യാനം നടത്തണം അവരാഗ്രഹിച്ചു. പ്രിയപ്പെട്ട മക്കളെ, അതിനവർ ചെയ്തെന്തെന്നറിയാം? അവര് വികാരിയച്ഛനെ പോയി തെറി വിളിക്കാൻ പോയില്ല, അല്ലെ പോയി കമ്മിറ്റിക്കാരെ പോയി സമ്മർദ്ദം ചെലിക്കാൻ പോയില്ല. അവരെന്താ ചെയ്യുന്നറിയാമോ? അവരതിന് തൊട്ടടുത്ത് ഒരു നിത്യാരാധന ചാപ്പലുണ്ട്. ആ ചാപ്പലിന്റെ ചരിത്രം നിങ്ങൾ കേട്ടോ. ആ നിത്യാരാധന ചാപ്പൽ ഒരു കാലത്ത് അബോർഷൻ ക്ലിനിക്കായിരുന്നു. ഇന്ത്യക്കാരനായ ഒരു ഡോക്ടർ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ കിരാതമായിട്ട് കൊന്നുകളഞ്ഞ ഗർഭഛിദ്രം നടത്തുന്ന ക്ലിനിക്കായിരുന്നു അത് പണ്ട്. ഗർഭഛിദ്രം നിയമവിധേയമായ ഒരു രാജ്യത്ത് നിയമത്തിന് വിധേയമായും അല്ലാതെ ഇയാൾ കൊന്നൊടുക്കിയ കുഞ്ഞുങ്ങളുടെ നിലവിളി മുഴുവൻ ആ അന്തരീക്ഷത്തിലുണ്ട്. ഇതിങ്ങനെ തൊട്ടടുത്ത്, ഒരു ദേവാലയത്തിന്റെ തൊട്ടടുത്താണിത്. അവിടുത്തെ പുരോഹിതൻ ഒരു ചെറുപ്പക്കാരനെയും കൂട്ടി ഒരു ജപമാല എടുത്ത് അബോർഷൻ ക്ലിനിക്കിന്റെ മുമ്പിൽ നിന്നിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഈ ചെറുപ്പക്കാരനെ കൊണ്ട് എല്ലാ ദിവസവും ചെയ്യുന്നതാണ്. അവിടെ ചെല്ലും, ജപമാല എടുത്ത് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞിട്ട് നേരെ അവിടെ ദേവാലയത്തിൽ ചെല്ലും, പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെക്കും. എന്നിട്ട് അവിടെ മുട്ടുകുത്തിയിട്ട് അമേരിക്കക്കാരനായ അച്ഛൻ ഒരു ചെറുപ്പക്കാരനെ മുട്ടുകുത്തിയിട്ട് അബോർഷൻ ക്ലിനിക്ക് കർത്താവേ ഇവിടുന്ന് മാറ്റണേ, അത് ഇല്ലാതായി പോണേ, പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളെ കൊല്ലുകയാണ്. അപ്പൊ ഈ ഇന്ത്യക്കാരനായ ഡോക്ടർ ഇത് മാത്രമല്ല അയാൾ ചെയ്തുകൊണ്ടിരുന്നത്, അയാൾ പല അഴിമതികളും ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അങ്ങനെ പിടിക്കപ്പെടാതിരുന്ന ഒരാള്. അങ്ങനെ പ്രാർത്ഥിച്ച് ഒടുവില് ഈ മനുഷ്യന് പിടിവീണു. അയാളെ ഗവൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. അയാളുടെ സ്വത്ത് കണ്ടുകെട്ടി അത് ഫ്രീസ് ചെയ്തിട്ട് അത് ലേലത്തിന് വെച്ചു. ലേലത്തിന് വെച്ചപ്പോ ഈ അച്ഛൻ ചെന്നിട്ട് കൂടിയ വില പറഞ്ഞ് അതിങ്ങ് വാങ്ങിച്ചു.
എന്നിട്ടത് നിത്യാരാധന ചാപ്പലാക്കി. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കളെ, ആ ചാപ്പലിൽ ഈ ചെറുപ്പക്കാര് 3 പേര് അവര് മുട്ടുകുത്തിയിട്ട് ആരോടും ഒന്നും ചോദിച്ചിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. വികാരി അച്ഛൻ ഇവരുടെ സുഹൃത്താണ്, അച്ഛൻ സമ്മതിക്കും. പക്ഷെ കർത്താവ് ഇടപെടട്ടെ, അച്ഛനെ ഇങ്ങോട്ട് പറയണം, അതാണ് അവരുടെ ആഗ്രഹം. പ്രിയപ്പെട്ട മക്കളെ, അവര് മുട്ടുകുത്തി ഹൃദയം തുറന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കർത്താവേ, ഞങ്ങൾക്കൊരു ധ്യാനം വെക്കണേ കർത്താവ്, ഞങ്ങൾക്കൊരു ധ്യാനം തരണേ കർത്താവേ. അങ്ങനെയാണ് ആ ഇടവകയിലെ മുഴുവൻ ആളുകളും അവരിതിനോട് അനുഭാവമുള്ളവരായിട്ട് മാറിയിട്ട് ഈ ചെറുപ്പക്കാരെ അതിന്റെ ഉത്തരവാദിത്തം നിങ്ങളൊരു ധ്യാനം ക്രമീകരിക്കുക. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ ധ്യാനിപ്പിക്കാൻ ചെല്ലുന്നത്. പ്രിയപ്പെട്ട മക്കളെ, ഈ 3 ചെറുപ്പക്കാര് ചങ്കലെടുത്ത ഭാരമാണ് അവിടെ ആ ധ്യാനം നടന്നത്. ആ ഇടവകയിലെ ഒരു ശുശ്രൂഷ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വചന ശുശ്രൂഷയുടെ ഇങ്ങനെ ഒരു ശുശ്രൂഷ അവിടെ നടക്കാൻ കാരണം ഈ ചെറുപ്പക്കാരെടുക്കുന്ന ഒരു എഫർട്ട്, ഒരു എനർജി. അതുകൊണ്ട് നിന്നെ ദൈവം നിർത്തിയിരിക്കുന്നിടം നീ നവീകരിക്കുക. പ്രിയപ്പെട്ട മക്കളെ, അത് പുതുക്കി പണിയുക. അങ്ങനെ പുതുക്കി പണിഞ്ഞു. 3-ാം അധ്യായം, പെട്ടെന്ന് പോവാം. 4-ാം അധ്യായത്തിൽ മറ്റൊരു കാര്യം നിങ്ങൾ കാണണം. 4-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കണ്ട. 7 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? അത് വായിച്ചോ, 7 മുതൽ വായിച്ചോ. 4-ാം അധ്യായം 7 മുതൽ. എന്നാൽ സൻബല്ലാത്തും തോബിയായും അറബികളും അമ്മോന്യരും അഷ്ദോദ്യരും ജെറുസലേം മതിലിന്റെ പുനർനിർമ്മാണം പുരോഗമിക്കുന്നെന്നും വിടവുകൾ അടഞ്ഞു തുടങ്ങിയെന്നും കേട്ട് കോപാക്രാന്തരായി. ഇപ്പൊ ശത്രുക്കൾക്ക് കോപമായി. എവിടെ ദൈവരാജ്യ ശുശ്രൂഷ വളരുന്നോ അവിടെ ശത്രുക്കൾക്ക് കോപം ഉണ്ടാവും. പ്രിയപ്പെട്ട മക്കളെ, അതായത് ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് ചെല്ലുമ്പോ ഉണ്ടല്ലോ, ഒരു ബന്ധമില്ലാത്തവൻ വഴിയിൽ നിന്ന് തെറി വിളിക്കും. പട്ടാലിച്ച പറഞ്ഞ ഇങ്ങനെയാണ്, അതായത് വഴിയെ പോകുന്ന പട്ടിക്ക് പോലും നമ്മളെ ഇഷ്ടമല്ലെന്നാ പറയുന്നത്. അത് ഓടിച്ചിട്ട് കടിക്കും. ബാക്കി എല്ലാവരോടും വളരെ മാന്യതയോടെ മര്യാദയോടെ പെരുമാറി ഈ പട്ടി കഴിഞ്ഞ 2000 വർഷങ്ങളായിട്ട് ആരെയും കടിച്ചിട്ടില്ലാത്ത പട്ടി ധ്യാനഗുരു പോയാൽ ഓടിച്ചിട്ട് കടിക്കും. അതിന്റെ കാരണം എന്തെന്നറിയാമോ? അത് ഇവൻ ഇളകും. അത് പലർക്കും നമ്മളെ കാണുമ്പോ തന്നെ ദേഷ്യം വരും. കാണുമ്പോ തന്നെ അങ്ങ് ദേഷ്യമാണ്. എന്താ അറിയാൻ പാടില്ല, കാണുന്ന തന്നെ ദേഷ്യം. അപ്പൊ എന്ത് സംഭവിച്ചെന്നറിയാമോ? ഈ മതില് പണിഞ്ഞു തുടങ്ങി, അത് കേൾക്കുമ്പോ ശത്രുക്കൾ ഇളകാൻ തുടങ്ങും. പ്രിയപ്പെട്ട മക്കളെ, മര്യാദക്ക് കഞ്ഞിയും കുടിച്ച് മിണ്ടാതെ എവിടെയും അടച്ചിരുന്നാൽ ഒരു ശത്രു ഉണ്ടാവില്ല. നമ്മൾ വളരെ നല്ല മനുഷ്യനായിരിക്കും. മരിക്കുമ്പോ ഒരു 50,000 പേര് ശവടക്കനും കാണും. നിങ്ങൾ മതില് പണിയാൻ ഇറങ്ങിക്കോ, ശത്രുക്കളുടെ ഓരോ ദിവസം കഴിയും തോറും ശത്രുക്കളുടെ എണ്ണം കൂടി വരും. നോയിക്കോ. സ്വന്തം അനുഭവത്തിൽ ഞാൻ പറയുന്നതാണ്. നോയിക്കോ എന്റെ പ്രിയപ്പെട്ട മക്കളെ. അപ്പൊ എന്ത് ചെയ്യുന്നറിയാമോ? നാട്ടിലുള്ള സകല ആളുകൾക്ക് ഇവരോട് പിണക്കാവാൻ തുടങ്ങി. ജെറുസലേമിനെതിരെ പൊരുതാനും കലാപം സൃഷ്ടിക്കാനും അവർ ഉപായം തേടി. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ശത്രുക്കൾ പറഞ്ഞു, 11-ാം വാക്യം, നാം അവരുടെ ഇടയിൽ കടന്ന് അവരെ കൊല്ലുകയും പണി തടയുകയും ചെയ്യുന്നത് വരെ നമ്മുടെ തന്ത്രങ്ങൾ അവരറിയുകയോ കാണുകയോ ചെയ്യരുത്. അതായത് ഇത്രയും മനസ്സിലാക്കിയാൽ മതി, നേരമില്ല. ശത്രുക്കൾ ഇളകി, എന്നിട്ട് ശത്രുക്കൾ, അതാ ഞാൻ നേരത്തെ പറഞ്ഞ, ടാർഗറ്റ് ചെയ്ത് തുടങ്ങി. ടാർഗറ്റ്. പ്രിയപ്പെട്ട മക്കളെ, എന്റെ ശുശ്രൂഷ, ഞാൻ ഇതുപോലെ വചന ശുശ്രൂഷ ചെയ്യുന്നു, അത് റെക്കോർഡ് ചെയ്യുന്നു, അത് അപ്ലോഡ് ചെയ്യുന്നു. ഇത് നമ്മുടെ ശുശ്രൂഷ. പിന്നെ എവിടെയെങ്കിലും പോയി പാത്തിരിക്കുന്നു, നമ്മുടെ ശുശ്രൂഷ ഇതാണ്. അപ്പോ ഇത് ചെയ്യുമ്പോ ഉണ്ടല്ലോ, ഇത് ചെയ്യുമ്പോ ഞാൻ അനുഭവം പറയട്ടെ, ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കുക ആളുകൾ. വേറൊരു പേരിൽ അക്കൗണ്ട് തുടങ്ങിയിട്ട് നമ്മളെ ലോകത്തുള്ള സകല തെറിയും വിളിക്കും. നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ അടിയിൽ അവരുടെ തെറി വരും. നിങ്ങളത് കാണാത്ത എന്തെന്ന് വെച്ചാൽ, അത് വരുമ്പോൾ നമ്മൾ പിന്നെ അതങ്ങ് മാറ്റി കളയുന്നോണ്ടാണ് നിങ്ങൾ കാണാത്തത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇതാരാ ചെയ്യുന്നേ? ഇതാരുടെ കലിയാണ്? ഇത് മുഴുവൻ ശത്രുക്ക്, ഇത് സാത്താന്റെ കലിയാണ്. അതായത് ദൈവരാജ്യ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങുമ്പോ കലിയിളക ആളുകൾക്ക് കലി. നമുക്ക് ഒരു ബന്ധമില്ലാത്ത, നമ്മൾ അവന്റെ അമ്മാവന്റെ മോനെ ഉപദ്രവിച്ചിട്ടില്ല, നമുക്ക് ഒരു ബന്ധമില്ല, അറിയാൻ പോലും പാടില്ല. പക്ഷെ ശത്രുക്കളായിട്ട് മാറും. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പണ്ടൊക്കെ എന്തായാലും ഇത് ചീത്ത വിളി കിട്ടും, പറയാനുള്ളത് മുഴുവൻ പറയാം. പണ്ടൊക്കെ ട്രെയിനിന്റെ കക്കൂസിന്റെ അകത്തും ബസ് സ്റ്റാൻഡിന്റെ ചുവരുകളിലും
ബസ് സ്റ്റാൻഡിലെ ടോയ്ലറ്റിനകത്തുമാണ് കരി കൊണ്ട് ചില ആഭാസന്മാർ എഴുതിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അവരെഴുതുന്നത് ഫേസ്ബുക്കിന്റെ ചുവരിലാണ്. മനസ്സിലായോ? പണ്ട് കുറെ ആഭാസന്മാര് എഴുതിക്കൊണ്ടിരുന്നത് ഈ KSRTC ബസിന്റെ ബസ് സ്റ്റാൻഡിന്, പണ്ടത്തെ ആളുകൾക്കറിയാം, ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾക്കറിയാം, അതിന്റെ ചുവരില് വെയിറ്റിംഗ് ഷെഡില് അതിനകത്തെ ടോയ്ലറ്റ്, പിന്നെ ട്രെയിനിന്റെ അകത്തെ. ഇപ്പൊ എഴുതുന്നില്ല. ഇപ്പൊ എഴുതത്ത് എന്താണെന്നറിയാം? അവന് ട്രെയിനകത്ത് എഴുതണ്ട, ഫേസ്ബുക്കിൽ എഴുതാന്ന്. എവിടെയെങ്കിലും എഴുതിയാ പോരെ, അവന്റെ ഫ്രസ്ട്രേഷൻ എവിടെയെങ്കിലും തീർത്താ മതി. അതിന് ഫേസ്ബുക്കിന്റെ വാളുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, അപ്പൊ ഇതൊക്കെ സൃഷ്ടിച്ചു വിടുന്ന ഈ ശത്രുക്കൾ ഇളകും. പോട്ടെ, ഞാൻ കൂടുതൽ പറയുന്നില്ല, ഒന്നാമതേ പ്രശ്നമാണ്. പോട്ടെ, കുറച്ചത് പറഞ്ഞേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കളെ, അങ്ങനെ ശത്രുക്കൾ ഇളകിയപ്പോണ്ടല്ലോ, ശത്രുക്കൾ ഇളകിയപ്പോ നിങ്ങൾ കേട്ടോ, ദൂത് കേട്ടോ, ശത്രുക്കൾ ഇളകിയപ്പോ അവര് എന്നാ പിന്നെ ആർക്ക് വേണ്ടിയാ? ആർക്ക് വേണ്ടിയാ? എന്റെ പൊന്നു മോനെ, നല്ല ജോലി, കൊട്ടാരത്തിൽ നല്ല പണി ഉണ്ടായിരുന്ന കളഞ്ഞിട്ട് ഇവിടെ വന്ന് മതില് പണിയാൻ. പൊന്നു മോനെ, ആർക്ക് വേണ്ടിയാ? നമ്മള് കൊട്ടാരത്തിൽ തിരിച്ചു പോക്കണം, തിരിച്ചു തന്നാ പിന്നെ നമ്മളെ എടുക്കും. അങ്ങനെ പറഞ്ഞ് അവര് പാതി വഴിയിൽ പണി നിർത്തിയില്ല. നിങ്ങൾ കേട്ടോണം, ദൈവത്തിന്റെ ആത്മാവുള്ളവൻ ഏത് ശത്രു ഇളകിയാലും, ഏത് പട്ടി കടിക്കാൻ വന്നാലും, ആരെറിഞ്ഞാലും, ആര് ചെളിവാരി എറിഞ്ഞാലും, ആര് കരിപൂശിയാലും അവന് പണി നിർത്തില്ല. അവന് പിന്നെ ശക്തി ഇരട്ടിയാവും. അതാണ് ദൈവാത്മാവിന്റെ പ്രവൃത്തി. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് ഓരോ യുദ്ധം കഴിയുമ്പോഴും ഈ ഡൊമിനിക്കച്ചനെ ഒരു കാലത്ത് എന്തോരം ഉപദ്രവിച്ചു ഫേസ്ബുക്കിലൂടെ, എന്തോരം. ഡോക്ടർ ജോൺ ഒരു പ്രസംഗം നടത്തിയതിന്റെ പേരിൽ ആ പ്രസംഗത്തിൽ ഡൊമിനിക്കച്ചന്റെ ഒരു കാര്യം പരാമർശിച്ചത് എന്തോരം, ദൈവമേ എന്തോരം നാൾ. വട്ടായിലച്ചൻ, ഈ അടുത്തിടയ്ക്ക് വട്ടായിലച്ചനെ കുറിച്ച് ഫേസ്ബുക്കിലും വാട്സപ്പിലൂടെയും തെറി തന്നെ ഒരുത്തം പറയാം, പച്ചത്തെറി. പ്രിയപ്പെട്ട മക്കളെ, എന്ത് സംഭവിക്കുന്നറിയാമോ? അതങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച വട്ടായിലച്ചന്റെ ശുശ്രൂഷയെ സംബന്ധിക്കണം. അന്നേരമാണ് ഇയാള് കഴിഞ്ഞ ആഴ്ച കണ്ട ആളല്ലല്ലോ, ഇയാളുടെ അഭിഷേകം ഇരട്ടി. കാരണം എന്താ അറിയാമോ? ഒരുത്തൻ എറിയാൻ വഴി നിപ്പുണ്ട്, അതുകൊണ്ട് കർത്താവ് അടുത്ത ലെവലിൽ കയറ്റും. ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ചു. ഇവർ ഈ നെഹമ്യാ പറഞ്ഞു എന്നാ പിന്നെ നമുക്ക് പകുതി പണി നിർത്തി കിട്ടിയ കാശ് മാറ്റിക്കൊണ്ട് പോകാന്ന് പറയാതെ അയാൾ എന്നാ ചെയ്യുന്നറിയാമോ? നെഹമ്യാ ചെയ്യുന്നത്, അയാള് കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോ കർത്താവ് പറഞ്ഞു, മോനെ ഇത് വരും, ശത്രുക്കൾ വരും, അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് ശത്രുക്കളെ തടഞ്ഞു നിർത്താൻ ഒരു വഴിയുണ്ട്. എന്താ വഴിയെന്നറിയാമോ? 4-ാം അധ്യായത്തിൽ 16-ാം വാക്യം, അന്ന് മുതൽ എന്റെ സേവകരിൽ പകുതി പേർ പണിയിൽ ഏർപ്പെട്ടപ്പോൾ പകുതി പേർ കുന്തം, പരിച, വില്ല്, പടച്ചട്ട എന്നിവയുമായി കാവൽ നിന്നു. മനസ്സിലാവുന്നുണ്ടോ? ദൈവവേല ചെയ്യുന്ന ദൈവമക്കൾക്ക് വേണ്ടി കാവല് നിൽക്കുന്ന ഒരു ജനം അവിടെ രൂപപ്പെട്ടു. നിങ്ങളിത് ശ്രദ്ധിക്കണം. ഞാൻ ദൈവരാജ്യ ശുശ്രൂഷയെ കുറിച്ചാണ് ഈ രാത്രി പറയുന്നത്. കാരണം ഒരു കൺവെൻഷന്റെ അവസാനം അത് പറഞ്ഞാ വിടേണ്ടത്. ദൈവരാജ്യ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന വൈദികർക്ക് വേണ്ടി, സിസ്റ്റേഴ്സിന് വേണ്ടി, ശുശ്രൂഷകന്മാർക്ക് വേണ്ടി പരിച, കുന്തം, വാള്, ആയുധവുമായിട്ട് പകുതി പേര് കാവല് നിന്നു. പ്രിയപ്പെട്ട മക്കളെ, ഡാനിയേലച്ചൻ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്നു. നിത്യാരാധന ചാപ്പലിൽ 3 മക്കൾ മുട്ട നിൽക്കുകയാണ്. ഇത് തീരുന്നവരെ കാവല് നിൽക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, പകുതി പേര് യുദ്ധം ചെയ്തു, പകുതി പേര് കാവൽ നിന്നു. കർത്താവിന്റെ വേല ചെയ്യുന്ന മക്കൾക്ക് വേണ്ടി ദത്തെടുത്ത് പ്രാർത്ഥിക്കാൻ കുടുംബങ്ങൾ രൂപപ്പെട്ടാൽ ദൈവരാജ്യ ശുശ്രൂഷയുടെ അഭിഷേകം മാറും. എന്നോട് കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്റർ പറഞ്ഞു, ഈ പന്തലിലുണ്ടാ സിസ്റ്റർ, ഞാനൊരു കൺവെൻഷന് പങ്കെടുത്ത സമയത്ത് അച്ഛന് വേണ്ടി കരഞ്ഞ്, എന്റെ കണ്ണുനീരാ പന്തലി വീണെന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. അച്ഛന് കൂടുതൽ 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 അഭിഷേകം തരണേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു എന്ന് പറഞ്ഞു. എന്റെ അമ്മയുടെ ആങ്ങളുടെ മോളല്ലത് കേട്ടോ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ധ്യാനം കൂടാൻ വേണ്ടി വണ്ടി വിളിച്ച് മാത്രം ആളുകൾ വരുന്നതിന് പകരം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് അടൂരിന്ന് തിരുവനന്തപുരത്ത് ആള് വരുമെങ്കിൽ ഈ ധ്യാനം വിജയിച്ചു. ഇല്ലെങ്കിൽ ഇതും പൊട്ടി. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് അനുഗ്രഹ കൈവപ്പ് വാങ്ങിക്കാൻ തിരുവനന്തപുരത്ത് വണ്ടി വിളിച്ച ആള് വരുമോ അതോ മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ വരുമോ എന്നുള്ളതാണ് ഈ കൺവെൻഷൻ ജയിച്ചോ ഇല്ലയോ എന്നറിയാനുള്ള അളവ് പോലും. പകുതി പേര് യുദ്ധം ചെയ്തു, പകുതി പേര് കാവലിൽ നിന്നു.
പ്രിയപ്പെട്ട മക്കളെ, ഇനി കൂടുതൽ ഞാൻ പറയുന്നില്ല, സമയം അവസാനിക്കുന്നത് കൊണ്ട് നമുക്ക് ആരാധനയ്ക്ക് കൂടുതൽ സമയം വേണം. ശ്രദ്ധിച്ചു കേട്ടോളുക. ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അത് ചിലപ്പോൾ 10-15 മിനിറ്റ് എടുക്കും. അത് പറഞ്ഞ് നമുക്ക് ആരാധനയിലേക്ക് കയറാം. അതായത് പ്രിയപ്പെട്ട മക്കളെ, ദൈവവേലയ്ക്ക് വേണ്ടി കർത്താവ് നിങ്ങളെ വിളിക്കുകയാണ്. അതാണ് എനിക്ക് രാത്രിയിൽ നിങ്ങളോട് പറയാൻ പരിശുദ്ധാത്മാവ് തന്നത്. അടൂരിലെ കൺവെൻഷൻ കേൾക്കുന്ന, ഓൺലൈനിലൂടെ ഈ രാത്രി ഇതിൽ സംബന്ധിക്കുന്ന, യൂട്യൂബിലൂടെ ഇത് കാണാൻ പോകുന്ന എന്റെ പ്രിയപ്പെട്ട മക്കളെ, ദൈവവേലയ്ക്കായി നിങ്ങളെ കർത്താവ് വിളിക്കുന്നു. നമുക്ക് എങ്ങനെ ദൈവവേല ചെയ്യാം, എങ്ങനെ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യാം എന്നതാണ് ഈ രാത്രി ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് കർത്താവ് നേരിട്ടിറങ്ങി ദൈവവേല ചെയ്യാൻ പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്ക് വിളി തന്നിട്ടില്ലെങ്കിൽ ഭാഗികമായി നിങ്ങൾക്ക് സുവിശേഷ വേലയെ ശക്തിപ്പെടുത്താം. കളക്ഷൻ ബോക്സിൽ കാശിടുന്നതിനെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. പണം ദൈവം തരും. അതിനെക്കുറിച്ച് നമ്മൾ ഒത്തിരി ആകുലപ്പെടേണ്ട, വേവലാതിപ്പെടേണ്ട, ചങ്കുപെട്ടേണ്ട കാര്യമില്ല. ദൈവവേലക്കുള്ളത് ദൈവം കണ്ടെത്തിക്കൊള്ളും. അത് ദൈവത്തിന്റെ ബാധ്യത. അത് ദൈവത്തിന്റെ ബാധ്യത. ദൈവവേലയ്ക്ക് വേണ്ട പണം ദൈവം കണ്ടെത്തിക്കൊള്ളും. പക്ഷേ ജനത്തെ ചവിട്ടിത്തൂത്തൊന്നും വിടാൻ ദൈവത്തിന് പറ്റില്ല. ജനമുണരണം. ജനമുണർന്ന് ദൈവവേലയെ ശക്തിപ്പെടുത്തണം. കർത്താവിന്റെ ശുശ്രൂഷയെ ശക്തിപ്പെടുത്തണം. അതിനുവേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനകൾ ഉയരണം. ദേശത്ത് ദൈവവേലയെ ശക്തിപ്പെടുത്തുന്ന മധ്യസ്ഥ പ്രാർത്ഥന അടൂര് കൺവെൻഷൻ, എക്യുമെനിക്കൽ കൺവെൻഷൻ ആരംഭിക്കുന്നതിന് 1 മാസം മുമ്പല്ല പ്രാർത്ഥന ആരംഭിക്കേണ്ടത്. അടുത്ത വർഷത്തെ കൺവെൻഷൻ, ഈ കൺവെൻഷൻ തീരുന്ന ദിവസം മുതൽ മധ്യസ്ഥ പ്രാർത്ഥന ആരംഭിക്കണം. ഇതിന്റെ നിറം മാറും. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ ചില മക്കളെ കണ്ട് കരഞ്ഞു പോയിട്ടുണ്ട്. തൊടുപുഴയിൽ കൺവെൻഷൻ നടക്കുമ്പോ, തൊടുപുഴയിൽ ഇവിടുത്തെ പോലെ സാഹചര്യമല്ല, പെരുമഴയാണ്. ഞാൻ ഞായറാഴ്ച കുർബാനയും കഴിഞ്ഞ് ശുശ്രൂഷകരെല്ലാം നേരത്തെ പോയി. ഞാൻ മരണപ്പാച്ചിൽ പാഞ്ഞാണ് വൈകുന്നേരം ഞായറാഴ്ച വൈകിട്ട് അവിടെ എത്താൻ വേണ്ടി ഓടി ചെല്ലുന്നത്. അങ്ങനെ ചെല്ലുമ്പോ കോട്ടയം കഴിഞ്ഞപ്പോ മുതൽ പെരുമഴ, വണ്ടി ഓടിക്കാൻ പറ്റില്ല, പെരുമഴ. അപ്പൊ ഞാൻ ഓർത്ത്, ദൈവമേ, എങ്ങനെ കൺവെൻഷൻ നടക്കും, എങ്ങനെ നടക്കും? അവിടെ ചെന്ന് ഇറങ്ങുമ്പോ വലിയ മഴ പെയ്ത്, ചെറിയ മഴയായിട്ട് അതിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വഴി കാണിക്കാൻ വേണ്ടി തൊടുപുഴയിൽ നിന്ന് നമ്മുടെ ശുശ്രൂഷയെ സപ്പോർട്ട് ചെയ്യുന്ന, പ്രാർത്ഥിച്ച് ശക്തിപ്പെടുത്തുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ട്. അദ്ദേഹം വണ്ടിയിൽ കയറി. ഒത്തിരി പേരുണ്ട്, അതിലൊരു പ്രതിനിധിയാണിത്. വണ്ടിയിൽ കയറിയിട്ട് പറഞ്ഞു, അച്ഛൻ ഭാരപ്പെടണ്ട, ഒരു തുള്ളി മഴ പോലും ഇനി പെയ്യില്ല. ഞാൻ ചോദിച്ചെന്തേ? ഞാനൊരു നേർച്ച പറഞ്ഞിട്ടുണ്ട്, മഴയെ നീ ആകാശത്ത് പിടിച്ചു നിർത്തിക്കോണം. കൺവെൻഷൻ കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് പെയ്യുന്ന മഴയെല്ലാം ഞാൻ ഈ ടൗണിൽ കൂടെ നടന്ന് നനഞ്ഞോളാം കേട്ടോ. കൺവെൻഷന് മഴ പെയ്യരുത്. മക്കളെ ചങ്ക് കീറിപ്പോയി. അവൻ പറയാണ്, പെയ്യില്ല അച്ഛൻ ഭാരപ്പെടണ്ടെന്ന് പറഞ്ഞു. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, കരഞ്ഞോണ്ടാ പറയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദൈവമേ, തൊടുപുഴയിൽ ഈ കൺവെൻഷൻ കഴിഞ്ഞാ പിന്നെ പെയ്യുന്ന ഒരു 7-8 മഴ ഞാനിങ്ങനെ ഇറങ്ങി നടന്ന് നനഞ്ഞോളാം കർത്താവേ, കൺവെൻഷന് മഴ പെയ്യല്ലേ. അവനൊക്കെ അങ്ങനെ പറഞ്ഞുണ്ടല്ലോ, ദൂതന്മാരിറങ്ങി മേലാപ്പ് വിരിച്ച് മഴയെ തടഞ്ഞു നിർത്തും. തൊടുപുഴയിൽ മഴ കൺവെൻഷനെ ശല്യപ്പെടുത്തിയില്ല. കർത്താവാണ് ദേശത്ത് ഉയർന്ന്, ദൈവം കയറി നിന്നു മേളിൽ. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത്, അത് വില കൊടുക്കണം, വില. ഒരു കാര്യത്തിന് വേണ്ടി. അവൻ ഡാനിയേലച്ചന്റെ അമ്മാവന്റെ മോനല്ലവൻ. ഡാനിയേലച്ചൻ അവനെ വീട്ടിൽ വിളിച്ച് സൽക്കരിക്കാറൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് 500 രൂപ മാസം, ദിവസം 5000 രൂപ, ഒന്നുമില്ല. ഒരു ബന്ധമില്ല. ഇങ്ങനെ കേട്ടതാണ്, യൂട്യൂബിൽ കേട്ടതാണ്. കേട്ടപ്പോ, ദൈവമേ, ഈ അച്ഛനെ സപ്പോർട്ട് ചെയ്യണമല്ലോ, ഈ അച്ഛനെ സഹായിക്കണമല്ലോ, പ്രാർത്ഥിക്കണമല്ലോ. അച്ചോ, പല തവറിൽ ധ്യാനം നടത്തുമ്പോ തൊടുപുഴയിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാന്ന് പറഞ്ഞു. അച്ഛൻ പൊക്കോ സുവിശേഷ വേലയ്ക്ക്, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. എന്താ ബന്ധം? തിരുവനന്തപുരത്തെ മലങ്കരക്കാരനോട് തൊടുപുഴയിലെ സീറ മലബാറുകാരൻ എന്താ ബന്ധം? ഒരു ബന്ധമില്ല. പക്ഷെ ഇതാ ആത്മാവിലെ ബന്ധം. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് ദൈവരാജ്യ ശുശ്രൂഷയെ ശക്തിപ്പെടുത്തണം. അതിനുവേണ്ടി അടൂരിൽ നിന്ന് ദൈവവചനം കേട്ട മക്കൾ ഉണരണം, എഴുന്നേറ്റ് ആ കാര്യത്തിൽ അഭിഷേകം പ്രാപിക്കണം. ഒത്തിരി കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഒത്തിരി കാര്യം. ഞാൻ 2-3 ആഴ്ച മുമ്പ് തിരുവനന്തപുരത്തെ നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ശുശ്രൂഷകർ വേണം മക്കളെ. നിങ്ങൾക്ക് പണം തന്ന് ഇവിടെ നിങ്ങളെ ശുശ്രൂഷയ്ക്ക് നിർത്താൻ ആരുമില്ല. നമുക്ക് പണമില്ല, നിങ്ങൾക്ക് അറിയാലോ. അത്
നിങ്ങളോടല്ല, ഞാൻ അവരോട് പറയുകയാണ്. അത് നിങ്ങളോട് അതുപോലെ പറയുകയാണ്. ഇത് പറഞ്ഞിട്ടാണ് കൺവെൻഷൻ തീർക്കാൻ പോകുന്നത്. ഞാൻ അവരോട് പറയുകയാണ്, നിങ്ങൾക്കറിയാലോ, വിൽസൺ അച്ഛൻ്റെ കയ്യിലും ഡാനിയൽ അച്ഛൻ്റെ കയ്യിലും ഇവിടെയുള്ള ശുശ്രൂഷകളുടെ കയ്യിലും ഇനി എടുക്കാവുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഇതെല്ലാം തന്ന് അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ശുശ്രൂഷ ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പണം തന്ന് നിങ്ങളെ സഹായിക്കാൻ നമ്മുടെ കയ്യിലില്ല. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞ കാര്യം നിങ്ങളോട് ഞാൻ പറയുകയാണ്. കുരിശിന്റെ വഴി പ്രാർത്ഥനയിൽ കർത്താവിന്റെ കുരിശ് ചുമക്കാൻ സഹായിച്ച ശിമയോനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ വഴി കവറീൻകാരനായ ശിമയോൻ കടന്നു വന്നു. മർക്കോസ് 16 വായിക്കണ്ട, മർക്കോസ് 16 കുറച്ച് കഴിഞ്ഞ് വായിക്കാം. അപ്പോൾ ആ വഴി കവറീൻകാരനായ ശിമയോൻ 15, മർക്കോസ് 15 തോന്നുന്നു. കവറീൻകാരനായ ശിമയോൻ വന്നു. ഞാൻ പറഞ്ഞോളാം, പിന്നെ ഇപ്പൊ ശ്രദ്ധിച്ചു. അങ്ങനെ അയാൾ വന്നു. അയാള് ഈജിപ്തുകാരനാണ്. സൈറീൻ തപ്പിയെടുക്കുമ്പോ ഇത് ആഫ്രിക്കയിലെ ഒരു സ്ഥലമാണ്, ഈജിപ്തിലെ സ്ഥലമാണ്. എന്റെ ഒരു ധാരണ ശരിയാണെങ്കിൽ ഇയാൾ കറുത്ത വർഗക്കാരനാണ്. ഞാൻ പരിശോധിച്ച രേഖകൾ സത്യമാണെങ്കിൽ ഇയാൾ കറുത്ത വർഗക്കാരനാണ്. ഇയാൾ യഹൂദനല്ല. ഇയാൾ എന്തിനാണ് ഈ നാട്ടിൽ റോമാക്കാർ യേശുവിനെ കുരിശി തറയ്ക്കാൻ കൊണ്ടുപോകുമ്പോ അയാൾ എന്തിനാ അവിടെ വന്നത്? അയാൾ കച്ചവടത്തിനോ മറ്റോ വന്നതാണ്. പാഷൻ ഓഫ് ക്രൈസ്റ്റിലെ അയാളുടെ മകളെയും കൊണ്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പൊ സിനിമ ആയതുകൊണ്ട് കഥ അങ്ങനെ രൂപപ്പെട്ടതായിട്ട് കണ്ടാൽ മതി. ഇയാൾ കച്ചവടത്തിന് വന്നതാവണം, അല്ലെങ്കിൽ എന്തോ കാര്യത്തിന് ഇവിടെ വന്നതാണ്. എന്തോ ആയിക്കോട്ടെ. തിരുഹൃദയ ഈ പള്ളിയിലെ തിരുനാളിന്റെ പ്രദക്ഷിണം നടക്കുകയാണ് അടൂർ ജംഗ്ഷനിലൂടെ. നടക്കുമ്പോൾ ഒത്തിരി പേര് ഇങ്ങനെ സൈഡിൽ നിൽക്കും കാണാൻ വേണ്ടി, അല്ലേ? ഞാൻ ഒരു പള്ളി ചെന്നപ്പോ ഇടവക്കാര് മൊത്തം ഇതുപോലെ സൈഡിൽ നിൽപ്പുണ്ട്, കയ്യും കെട്ടി. ബംഗാളികള് കൊടയും ലൈറ്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു പോകുന്നു. ഇവിടെ അല്ല, അടൂർ ഭാഗത്തെങ്ങും അല്ല, ഉഗാണ്ടയിലെ ഒരു പള്ളിയിൽ പള്ളിക്കാരെല്ലാം ഇങ്ങനെ നിന്നിട്ട്, അപ്പൊ നമ്മൾ പോകുന്ന വഴിയാണ്, അതുകൊണ്ട് നമ്മൾ പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വണ്ടി ഒതുക്കിയിട്ട് ഇങ്ങനെ കാണുമ്പോ ഇവിടെ ഇരുന്ന് ഒരുത്തൻ പറയാണ്, ഓ പ്രാവശ്യം പോരാ, ആളില്ലെന്ന്. എങ്ങനെ ആള് വരും? ആള് 2 സൈഡിൽ നിൽക്കുക. ബംഗാളിയാണ്, അവന് 500 രൂപയും ചായയും. അങ്ങനെ ഈ പ്രദക്ഷിണം നടക്കുന്ന സമയത്ത് വഴിയിൽ ഇങ്ങനെ പോയ വഴിക്ക് ഡാനിയേലച്ചൻ ഇറങ്ങി നിന്ന പോലെ ഈ ശിമയോൻ ഇറങ്ങി നിന്നാണ്. നല്ല ഇടിച്ച് ഒരുത്തനെ കുരിച്ചും വലിച്ചു കൊണ്ടുവന്നു. ഭയങ്കര കള്ളനം കണ്ടായിരിക്കണം ഈ പോക്കറ്റടിക്കാരനെ വലിച്ചുകൊണ്ട് പോകുന്ന പോലെ ഇടിച്ചും ദ്രോഹിച്ചും തുപ്പിയും അങ്ങനെ കൊണ്ടുപോകാം. അപ്പൊ ഇവനിത് കൊള്ളാലോ, ലൈവായിട്ടൊരു അടി കണ്ടിട്ട് ഒത്തിരി നാളായെന്ന് വിചാരിച്ച് അവനിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് യഹൂദൻ ഏറ്റവും നിന്ദ്യമായ ശിക്ഷയാണ് കുരിശുമരത്തി കയറ്റുന്നത്. അതുകൊണ്ട് യഹൂദന്മാരൊന്നും തൊടില്ല. യഹൂദന്മാരിങ്ങനെ മാറി നിൽക്കുകയാണ്. റോമാക്കാര് കുരിശും കൊണ്ട് വീണ് കിടക്കുന്ന യേശുവിനെ എന്തായാലും സഹായിക്കാം, അവന്മാർ അടിക്കത്തേ ഉള്ളൂ. അപ്പൊ ഒരുത്തൻ പറഞ്ഞോടാ, ഇങ്ങനെ അടിച്ചാൽ ശിക്ഷ നടപ്പാക്കാൻ പറ്റില്ല, മേളി ജീവനോടെ കൊണ്ടുപോയി കുരിശെ തറയ്ക്കണം, അല്ലെങ്കിൽ ശിക്ഷ പൂർത്തിയാവില്ല. അതുകൊണ്ട് എങ്ങനെയും ജീവനോടെ മേളിൽ എത്തിക്കണം, അതുകൊണ്ട് ആരേലും ഒന്ന് സഹായിക്കുക. അപ്പോ പടയാളികൾ പറഞ്ഞു, ഞങ്ങൾ തൊടില്ല. അങ്ങനെ തൊടാതെ നിൽക്കുന്ന, കരയ്ക്ക് നിൽക്കുന്ന ഒത്തിരി പേരുണ്ടെന്ന്. അവർ കരയ്ക്കേ നിൽക്കൂ. അവരുടെ മുണ്ട് ചുളിയാൻ പാടില്ല, അവരുടെ കസ ഉടയാൻ പാടില്ല, അവർ കരയ്ക്കേ നിൽക്കൂ. അതുകൊണ്ട് എല്ലായിടത്തും ഉണ്ട്. ഞാൻ കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾ എന്നെ എറിയും, അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല. അവർ കരയ്ക്കേ നിൽക്കും, അവർ തൊടില്ല. ഇതിനെ അവര് തൊടില്ല. അതിൽ അവൻ എടുക്കട്ടില്ല, നമ്മൾ തൊടില്ല അതിനകത്ത്. ഇപ്പൊ യഹൂദനെ വിളിച്ചാൽ വരില്ല, അവന് നിന്ദ്യമാണിത്. റോമാക്കാരൻ അവൻ അന്തസ്സിന് ചേരത്തില്ല ഇത് സഹായിച്ചാൽ. അങ്ങനെ ഇരിക്കുമ്പോ ആര് സഹായിക്കും? നോക്കുമ്പോ അതേ വഴിയിൽ കാഴ്ച കണ്ടുകൊണ്ട് ഒരു കറുത്ത വർഗക്കാരൻ നിൽക്കുന്നു. വാടവിടെ. അപ്പൊ അവനൊന്നും പിടിയിട്ടില്ല, അവൻ ക്ലിക്കായില്ല പെട്ടെന്ന്. വാടവിടെ, വാടാവിടെ. അവൻ ചോദിച്ചെന്താ, എന്ത് കാര്യം? പിടിയടാ. ഞാൻ ഇവിടെ ഉള്ള ആളല്ലോ, ഞാൻ വരില്ല. അവൻ പറഞ്ഞു, അയ്യോ സാധനം വാങ്ങിക്കാൻ വന്നോ, വീട്ടിൽ ചെല്ലണം, പഞ്ചസാര വാങ്ങിച്ചോണ്ട് ചെല്ലാൻ വന്നോ.
പിടിയട, പിടിയടാ. ഞാൻ വരില്ല, ഞാൻ പോവാന്ന് പറഞ്ഞു. ഞാൻ പോവാ, പിടിയടാ, പിടിയടാ. അപ്പൊ ഒരുത്തൻ ചാട്ടയും കൊണ്ട് അങ്ങോട്ട് ചെന്നിട്ട് പിടിയടാന്ന് പറഞ്ഞു. അപ്പോ ദൈവമേ, പിടിച്ചു. പിടിച്ചില്ലേ ഇപ്പൊ അടി കിട്ടും. പിടിച്ചു പൊക്കിയപ്പോ പൊക്കിക്കൊണ്ടിരുന്നപ്പോഴാ മറ്റവനെ കണ്ടത്. ദേഹമാസകലം ചോര പുരണ്ട, മുൾക്കിരീടം തറച്ച, ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ വരഞ്ഞ് കീറപ്പെട്ട ഒരുത്തൻ. അവന്റെ മുഖത്ത് നോക്കിയപ്പോ ഒരു സെക്കൻഡ് അങ്ങനെ അന്തിച്ചു നിന്നു. ഓ, നോക്കാൻ വയ്യല്ലോ, ഈ മുഖത്ത് നോക്കാൻ പാടില്ലല്ലോ. അങ്ങനെ പിടിച്ച് പൊക്കി എടുത്ത് തോളെ വെച്ചിട്ട് 2 സ്റ്റെപ്പ് നടന്ന് പുറകോട്ടൊന്നുകൂടെ നോക്കിയപ്പോഴാ ഇവനെ ശരിക്ക് കണ്ടത്. ശരിക്ക് കണ്ടപ്പോ ഉണ്ടല്ലോ, അവനിങ്ങനെ മുറുക്കെ പിടിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ വെറുതെ തൊട്ടാ മതി, ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞു. ഞാൻ പിടിച്ചോളാം, ചേട്ടൻ തൊട്ടാ മതി എന്ന് പറഞ്ഞു. കാരണം ഈ ആള് ആദ്യം കണ്ട ആളല്ലത്. ആദ്യം കണ്ടപ്പോ ഇയാളെ പിടികിട്ടിയില്ല. ഒറ്റ നോട്ടത്തിൽ ഇയാൾ ആരാന്ന് മനസ്സിലായില്ല. ആദ്യാനുഭവത്തിൽ ഇത്ര ആഴം കിട്ടിയിട്ടില്ല. പിടിച്ച് വന്നപ്പോഴാണ് ദൈവമേ ആരുടെ കുരിശിന്റെ അറ്റമാണ് പിടിച്ചതെന്ന് പെട്ടെന്ന് ശിമയോന് മനസ്സിലാവുന്നത്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ കേട്ടോണം. ഇത് ആദ്യം എടുക്കുമ്പോ ഒന്നും പിടികിട്ടില്ല. പിടിച്ച് വരുമ്പോ ഉണ്ടല്ലോ, പിന്നെ ഈ ആരുടെ കുരിശാണോ പിടിച്ചത് അവൻ നിങ്ങൾക്ക് ഭ്രാന്താവാൻ തുടങ്ങും. പിന്നെ നിങ്ങൾ മുറുകെ പിടിക്കും. ആര് ചവിട്ടിയാലും, ആര് തൊഴിച്ചാലും, ആരടിച്ചാലും, ആര് കാരമുള്ള കടാരി കുത്തി ഇറക്കിയാലും നിങ്ങൾ പിടിക്കും. മരിക്കുന്നത് വരെ പിടിക്കും. ചതി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെ പിടിച്ച് വന്നപ്പോഴാണ് പിടികിട്ടുന്നത്. എടോ, പിടിച്ചത് ഒരു മഹാഭാഗ്യമാണല്ലോ എന്ന് അപ്പോഴാ പിടികിട്ടിയത്. പിടിച്ചത്, ഇതിന്റെ അറ്റം പിടിക്കാൻ ഭാഗ്യം കിട്ടിയത് മഹാഭാഗ്യമാണെന്ന് അപ്പോഴാ പിടികിട്ടിയത്. അവനീശ്വരൻ അടുത്ത് പറഞ്ഞു, എന്റെ പൊന്ന് കർത്താവേ, അറിഞ്ഞില്ല കേട്ടോ, വഴിയിൽ നിന്നപ്പോ ഇത് അറിയാൻ പാടില്ലായിരുന്നു, കവലയിൽ നിന്നപ്പോ ഇത് അറിയാൻ പാടില്ലായിരുന്നു, കള്ളും കുടിച്ചോണ്ടിരുന്നപ്പോ ഉണ്ടല്ലോ ആ കാലത്ത് അറിയാൻ പാടില്ലായിരുന്നു, നിന്നെ തള്ളിപ്പറഞ്ഞ് നടന്ന കാലത്ത് അറിയാൻ പാടില്ലായിരുന്നു. ഇതെന്താന്ന് ഇപ്പോഴാ മനസ്സിലായത്. അതുകൊണ്ട് കർത്താവേ, ശ്രദ്ധിച്ചോണം നിങ്ങള്, കർത്താവേ ഇനിയിപ്പൊ എന്റെ പൊന്ന് കർത്താവേ നീ ഫ്രീ ആയിക്കോളാൻ പറഞ്ഞു. ഞാൻ പിടിച്ചോളാന്ന് പറഞ്ഞു. പാഷൻ ഓഫ് ക്രൈസ്റ്റ് കണ്ടിട്ടില്ല, കാണണം. അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് സമയമില്ല. ഒത്തിരി അത്ഭുതങ്ങളുടെ സിനിമയാണത്. ആ സിനിമ കണ്ടിട്ടില്ല, കാണാൻ. അവസാനം ഉണ്ടല്ലോ ഇവനെ അടിച്ചോടിക്കുക. ഇവൻ വിടുന്നില്ലെന്ന്. ഇവൻ ഈ കുരിശിന്റെ അറ്റത്ത് നിന്ന് വിടുന്നില്ല. അവസാനം പടയാളികൾ അവനെ അടിച്ച് ഓടാന്ന് പറഞ്ഞു ഓടിക്കുക. അവസാനം അവൻ പോകുന്നൊരു പോക്കുണ്ട്. ഇങ്ങനെ തിരിഞ്ഞു നോക്കി പോവാൻ ഇഷ്ടമില്ല, പക്ഷെ അടിച്ചോടിക്കുകയാണ്. അവസാനം മരണം വന്ന് മാടി വിളിക്കുന്ന നേരത്ത് പോകാൻ ഇഷ്ടമില്ല കർത്താവേ, 2 കൺവെൻഷനൂടെ പ്രസംഗിച്ചിട്ട് പൊക്കോളാവേ എന്ന് പറയുമ്പോഴാണ് വാടാ വേറെ വഴിക്ക് പോടാ എന്ന് പറഞ്ഞുകൊണ്ട് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരിക്കൽ ഇതിന്റെ അറ്റം പിടിച്ചാൽ പിന്നെ അത് ഭ്രാന്താവും. എനിക്ക് എത്രയോ പേരെ അറിയാമെന്നറിയാമോ? മക്കള് മാനസാന്തരപ്പെടാൻ വേണ്ടി ഹൃദയം പൊട്ടി കരഞ്ഞ് പ്രാർത്ഥിച്ച അമ്മമാര്, മക്കൾ എങ്ങനെയാലും നേരെയാവണേ എന്ന് പറഞ്ഞിട്ട് അവരുടെ പ്രാർത്ഥന ശരിക്കും ഏറ്റു. മക്കള് നേരെയായി കഴിഞ്ഞപ്പോ, കർത്താവാണ് തൊട്ടതെന്ന് മനസ്സിലായപ്പോ, കർത്താവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞപ്പോ മക്കള് പറഞ്ഞു, അമ്മ കർത്താവിന്റെ പുറകെ പോവാണിനി. അപ്പൊ മാതാപിതാക്കൾ പറയണം, അയ്യോ അത്രയും വേണ്ട, ഈ കുടി മാറിയാ മതി എന്ന്, വേറെ വഴിക്ക് പോകണ്ട. എത്ര മാതാപിതാക്കൾ എനിക്കറിയാമെന്നറിയാം. മക്കള് മാനസാന്തരപ്പെടാൻ വേണ്ടി ചങ്ക് പൊട്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട്, എടാ ശരിക്കും മാനസാന്തരപ്പെട്ടാണ്ടല്ലോ പിന്നെ ഈ തള്ള പറയുന്നിടത്ത് നിൽക്കത്തില്ല, അവൻ കർത്താവിന്റെ പുറകെ പോവും. അപ്പൊ തള്ള കിടന്ന് കരയണം, അയ്യോ കുടിക്കുന്നതാണ് കുറച്ചുകൂടെ ഭേദമെന്ന്. കള്ള നസ്രാണി ചതി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പൊന്നുമക്കളെ, ഇത് പിടിച്ചു കഴിഞ്ഞാണ്ടല്ലോ പിന്നെ ഈ പിടി വിടത്തിൽ. പിന്നെ നീ ചവിട്ടി എറിഞ്ഞാൽ പോവില്ലല്ലോ. ശരിക്കും ഒന്ന് പിടിച്ചാണ്ടല്ലോ പിന്നെ നീ ചവിട്ടി എറിഞ്ഞാൽ പോവില്ല കേട്ടോ. അങ്ങനെ ഈ മനുഷ്യൻ കുരിശിന്റെ അറ്റം പിടിച്ച് അവസാനം ഇവനെ വലിച്ചെറിയണം. അവന് പാഷൻ ഓഫ് ക്രൈസ്റ്റ് കാണാൻ എന്റെ മനസ്സിലേക്ക് തങ്ങി നിൽക്കുന്ന ഒരു രംഗം അത്. അവനെങ്ങനെ വിടുമ്പോ അവന് ഇഷ്ടമില്ല പോവാൻ. ഭർത്താവിനെ ഇങ്ങനെ നോക്കി അങ്ങനെ പോവാണ്. അങ്ങനെ ഇരിക്കുമ്പോ ശിമയോൻ മരിച്ചു. നിങ്ങൾക്ക് തിരക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് തീരുകയാണ്. അതുകൊണ്ട് ഞാൻ സമയം എടുക്കാം. എന്നോട് ഓരോ ദിവസവും ഞാൻ കഴിഞ്ഞ് ചെല്ലുമ്പോൾ എന്നോട് ഇതിന്റെ ഭാരവാഹികൾ പറയും, എന്തിനാ നേരത്തെ നിർത്തിയേ. അതുകൊണ്ട് ഇന്ന് അവരെ ഇരുത്തി പറഞ്ഞത് തിരുത്തിച്ചിട്ട്
ഇന്നത് നിർത്തു. അതുകൊണ്ട് ഇരുന്നോണം. ഇറങ്ങിപ്പോയാ പേര് വിളിച്ച് കയറ്റും. ഇവിടെ ഇരുന്നോണം. അതായത് ശിമയോൻ യേശുവിന്റെ കുരിശിന്റെ അറ്റം പിടിച്ചു. പ്രിയപ്പെട്ട മക്കളെ, ഈ രാത്രിയിലെ അവസാനത്തെ ദൂത് കേട്ടോ. ഞാനിങ്ങനെ അന്വേഷിക്കായിരുന്നു, ദൈവമേ, ഈ പാവപ്പെട്ട മനുഷ്യൻ, വഴിയിൽ ഈ കാഴ്ച കാണാൻ നിന്ന മനുഷ്യൻ, അവനിങ്ങനെ കുരിശിന്റെ അറ്റമൊക്കെ പിടിച്ചു. കർത്താവേ, പിന്നെ ഈ ചേട്ടനെ കുറിച്ച് ഒരു വിവരമില്ല. അങ്ങനെ വരാൻ പാടില്ലല്ലോ കർത്താവേ. നിന്റെ എന്തെങ്കിലും ഒരു രീതിയിൽ ദൈവവേലയെ സപ്പോർട്ട് ചെയ്ത, ദൈവരാജ്യത്തെ സഹായിച്ച ഒരാളെ കുറിച്ച് കർത്താവേ എന്തെങ്കിലും ഒരു വാക്കുകൂടെ പറയണ്ടേ നീ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ റോമാലേഖനം 16-ാം അധ്യായം 13-ാം വാക്യം കണ്ണിൽപ്പെടുന്നത്. റോമാലേഖനം 16-ാം അധ്യായം 13-ാം വാക്യം ശ്രദ്ധിച്ചോ. വായിക്കണ്ട, എന്നെ കേട്ടാ മതി. വായിക്കാൻ നേരമില്ല, എന്നെ നോക്കിക്കോ. ഞാൻ പറയുന്ന സത്യമാണ്, ആ വചനം കറക്റ്റാണ്. റോമർ 16:13 റൂഫസിനും അവന്റെ അമ്മയ്ക്കും വന്ദനം പറയുവൻ, അവൾ എന്റെയും അമ്മയാണ്. കേൾക്കണേ, റോമാസഭയിലെ പ്രഗത്ഭരായ ദൈവവേലക്കാരുടെ, റോമാസഭയിലെ അഭിഷിക്തരുടെ, റോമാസഭയിലെ മെത്രാന്മാരുടെ, റോമാസഭയിലെ ശ്രേഷ്ഠന്മാരുടെ, റോമാസഭയിലെ പ്രവാചകരുടെ, പ്രബോധകരുടെ, ശുശ്രൂഷകരുടെ പേര് പറഞ്ഞ് പൗലോസ് ലീഗ കത്തിന്റെ അവസാനം, റോമാലേഖനത്തിന്റെ അവസാന അധ്യായത്തിൽ അവരുടെ പേര് പറഞ്ഞ് അഭിവാദനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് 13-ാമത്തെ വാക്യം എങ്ങനെയാണ്? റൂഫസിനും അവന്റെ അമ്മയ്ക്കും വന്ദനം പറയണം, അവൾ എന്റെയും അമ്മയാണ്. ശിമയോനെ കുറിച്ച് മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: കെവറീൻകാരനായ ഒരു ശിമയോൻ വന്നു, അവൻ അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും റോപ്പോസിന്റെയും പിതാവായിരുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്ന നിങ്ങൾക്ക് പിടികിട്ടണമെങ്കിൽ ഒരു 2 മിനിറ്റ് ശ്രദ്ധ മാറാതെ ഇവിടെ തന്നെ നിങ്ങൾ ഇരിക്കണം. വീട്ടിലേക്കുള്ള വണ്ടി പോയിട്ടില്ല, വണ്ടി ഉടനെ പോവില്ല, ശ്രദ്ധിച്ചിരിക്കണം. അതായത് 2 മിനിറ്റ് ശ്രദ്ധിക്കണം. അതായത് ഉദാഹരണമാണ്, ആർക്കും പ്രകോപനമൊന്നും ഉണ്ടാവരുത്. നാളത്തെ പത്രത്തിൽ ഒരു വാർത്ത വരികയാണ്, യശോദാമ്മ മരിച്ചു എന്നൊരു വാർത്ത വന്നാൽ നമ്മൾ യശോദാമ്മ, ഏതോ ഒരു യശോദാമ്മ മരിച്ചു. എന്നാൽ അത് ഈ വാർത്ത ഇങ്ങനെയാണ് വരുന്നത്: പ്രധാനമന്ത്രിയുടെ അമ്മ യശോദാമ്മ മരിച്ചു എന്ന് എഴുതിയാൽ അതിന്റെ നിറം മാറും. പ്രധാനമന്ത്രിയുടെ അമ്മ. കാരണം എന്താണ്? യശോദാമ്മയെ അറിയുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് അറിയാവുന്നത് പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ടാണ് യശോദാമ്മയുടെ കാര്യം പറയുമ്പോൾ പ്രധാനമന്ത്രിയുടെ കാര്യം ആഡ് ചെയ്ത് പറയുന്നത്, ചേർത്ത് പറയുന്നതിന്റെ കാരണം പ്രധാനമന്ത്രിയാണ് കൂടുതൽ അറിയാവുന്നത് എന്ന് പറഞ്ഞതുപോലെ കെവറീൻകാരനായ ശിമയോനാണ് യേശുവിന്റെ കുരിശിന്റെ അറ്റം പിടിച്ചത് എന്ന് മർക്കോസ് യേശുവിന്റെ മരണത്തിന് ശേഷം 35 വർഷം കഴിഞ്ഞ് ഈ സുവിശേഷം എഴുതുന്ന സമയത്ത് ശിമയോൻ മരിച്ചു പോയിട്ടുണ്ടാവും. ശിമയോനെ കുറിച്ച് പറഞ്ഞാൽ ആ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ശിമയോനെ ചിലപ്പോൾ അറിയില്ലായിരിക്കും. അതുകൊണ്ട് മർക്കോസ് അതിന്റെ കൂടെ ഒരു വരി കൂടെ എഴുതി ചേർക്കുകയാണ്. ഈ ശിമയോൻ ആരാ നിങ്ങൾക്ക് അറിയാമോ? നമ്മുടെ സഭയിലെ പ്രഗത്ഭരായ അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും അപ്പനാണ്. അലക്സാണ്ടറിന്റെ റൂഫസിന്റെ അപ്പനാണോ? അപ്പൊ നമുക്കറിയാം എന്ന് വായിക്കുന്നവർക്ക് പിടികിട്ടും. പ്രിയപ്പെട്ട മക്കളെ, അതായത് റോമാലേഖനം 16-ാം അധ്യായം 13-ാം വാക്യത്തിൽ റൂഫസ് എന്നൊരു പേര് പറയുന്നുണ്ട്. അത് ശിമയോന്റെ മകനായ റൂഫസ് ആണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പറയും ചുമ്മാട് അനിലച്ചൻ പറയുന്നതായിരിക്കും എന്ന് പറയാൻ സാധ്യതയുള്ളത് കൊണ്ട് POC ബൈബിൾ ഉപയോഗിക്കുന്ന ആളുകൾ റോമാലേഖനം 16-ാം അധ്യായം 13-ാം വാക്യത്തിന്റെ ഫുട് നോട്ട് വായിച്ചു നോക്കണം. അടിക്കുറിപ്പ്. അതിനകത്ത് റോമർ 16:13 നേരെ ഒരു വാക്യം കൊടുത്തിട്ടുണ്ട്. അത് മർക്കോസിലെ ഒരു വാക്യമാണ്. ആ വാക്യം എടുത്ത് വായിച്ചാൽ കെവറീൻകാരനായ ശിമയോൻ വന്ന കാര്യവും അവൻ അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും അപ്പനായിരുന്നു എന്നും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഈ റൂഫസ് ആണ് ആ റൂഫസ്. അങ്ങനാണെങ്കിൽ കേട്ടെ, അങ്ങനാണെങ്കിൽ ശിമയോൻ കുരിശിന്റെ അറ്റം പിടിച്ചു. വിജാതീയനായ, കറുത്തവർഗക്കാരനായ, വഴിപോക്കനായ, കാഴ്ച കാണാൻ നിന്ന ഈ ശിമയോൻ കുരിശിന്റെ അറ്റം പിടിച്ചപ്പോ അവന്റെ പാവപ്പെട്ട ഭാര്യയെയും അവന്റെ പാവപ്പെട്ട മക്കളെയും റോമാസഭയിലെ അഭിഷിക്തരാക്കി, തിരുവെഴുത്തിന്റെ ഭാഗമാക്കി പരിശുദ്ധാത്മാവ് മാറ്റി. എന്നെ കേട്ടോ പ്രിയപ്പെട്ട മക്കളെ, നീ ദൈവരാജ്യ ശുശ്രൂഷയുടെ അറ്റം പിടിച്ചാൽ നിന്റെ തലമുറയെ രക്ഷയുടെ ചരിത്രത്തിന്റെയും തിരുവെഴുത്തിന്റെയും ഭാഗമാക്കി ഉയർത്തും സർവശക്തനായ ദൈവം. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. നീ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി നീ നിന്നെ തന്നെ സമർപ്പിച്ച നിന്റെ തലമുറയെ ദൈവം അനുഗ്രഹിക്കും.
അതാണ് ദൂത്. എഴുന്നേറ്റുന്നേ. ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകളെ പ്രിയപ്പെട്ട മക്കളെ സഹായിക്കണം. അതിനുവേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കണം. ജോലി കഴിഞ്ഞ് മിച്ചം വരുന്ന ഞങ്ങൾ കാനഡയിൽ ചെല്ലുമ്പോൾ, കാനഡയില് ഹാലിഫാക്സ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു കൂട്ടം ചെറുപ്പക്കാരന് റിമോട്ടായ ഒരു സ്ഥലമാണ്. അവിടെ ആ സ്ഥലത്ത് ശുശ്രൂഷ നടക്കുമ്പോൾ കുറേ അധികം ചെറുപ്പക്കാരാണ് അവിടെ മുഴുവൻ. പ്രായമുള്ളവരാരുമില്ല മലയാളികൾ. കാരണം വളരെ റിമോട്ടായ ഒരു സ്ഥലത്ത് ചെറുപ്പക്കാർക്ക്, യങ് കപ്പിൾസിന് പോയി താമസിച്ചൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലമാണ് അവര്. അപ്പൊ ഈ സ്ഥലത്ത് ഞങ്ങൾ ധ്യാനം നടത്തുകയാണ്. ആ ധ്യാനം അവിടെ നടത്തുന്ന സമയത്ത് അവിടെ ചില ചെറുപ്പക്കാരാണ് ഇതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങി മാസങ്ങളോളം പ്രാർത്ഥിച്ച് ഈ ധ്യാനം ക്രമീകരിച്ചത് ആ ചെറുപ്പക്കാരാണ്. ആ കൂട്ടത്തിലെ മലയാളിയായ ഒരു ചെറുപ്പക്കാരൻ അവന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവന്റെ വീടിന്റെ ഏറ്റവും അടിയിലത്തെ നിലയിൽ ബേസ്മെന്റിൽ ചാപ്പൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ കേൾക്കണേ, ആ ചാപ്പലിന്റെ അടിയിൽ, ആ ചാപ്പലിനകത്ത് ഏതാണ്ട് 60 കിലോയോളം ഭാരം വരുന്ന ഒരു തടിക്കുരിശ്, വലിയ കുരിശുണ്ടാക്കി വെച്ചിരിക്കുന്നു. എന്തിനാടാ മോനെ ഇതെന്ന് ചോദിക്കുമ്പോൾ, ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഭാര്യയും ഭർത്താവുമാണ്. യാതൊരു തരത്തിലും ദൈവരാജ്യത്തെക്കുറിച്ചോ ദൈവവേലയെക്കുറിച്ചോ ബോധർ ചെയ്യേണ്ടാത്ത മക്കളാണ്. മാനുഷികമായിട്ട് പറഞ്ഞാൽ ആ ചെറുപ്പക്കാരൻ പറയണം, അച്ഛനും അച്ഛനെ പോലെയുള്ള ആളുകളും ഒക്കെ ഇവിടെ വന്ന് ധ്യാനിപ്പിക്കുന്നത്, ആ ധ്യാനിപ്പിക്കാൻ, വചനം പറയാൻ വേണ്ടി, കാനഡയിലെ ആളുകൾ മാനസാന്തരപ്പെടാൻ വേണ്ടി, കാനഡയിലെ വിശ്വാസികൾ പള്ളിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി എല്ലാ ദിവസവും വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് ഈ 60 കിലോ ഭാരമുള്ള കുരിശെടുത്ത് തോളെ വെച്ചിട്ട് മുട്ടയിലിടഞ്ഞ് ഞാൻ കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് കേൾക്കണോ? ആ ധ്യാനത്തിന് 25 കാനഡക്കാരെ ഇവൻ വിളിച്ചോണ്ട് വന്നു. ഒരു ദിവസം ഞങ്ങൾ അവരോട് സുവിശേഷം പ്രസംഗിച്ചു. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. 60 കിലോ ഭാരമുള്ള തടിക്കുരിശെടുത്ത്, ഇവന് ഭ്രാന്താണ്, ഇവന് തലയ്ക്ക് സുഖമില്ലേ, അതെടുത്ത് തൊളെ വെച്ചിട്ട് മുട്ടയിലെഴുകയാണ്. ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങിക്കുക. IELTS കിട്ടാൻ വേണ്ടി സകല നൊവേനയും ചൊല്ലി സകല ധ്യാനകേന്ദ്രം കയറി ഇറങ്ങിയിട്ട് ജോലി കിട്ടി അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നീട് ദൈവത്തെ മറന്ന് ജീവിക്കുന്ന 10,000 കണക്കിന് ആളുകളുണ്ട്. അതുപോലല്ല ഇത്. ഈ ചെറുക്കൻ അവൻ കുരിശെടുത്ത് തൊളെ വെച്ചിട്ട് മുട്ടയിലെഴുകയാണ്. എഴഞ്ഞിട്ട് അവൻ പറയാണ്, കാനഡയിലെ കത്തോലിക്ക വിശ്വാസികൾ, ആ സഭയില് അവര് കത്തോലിക്ക സഭയിലെ മക്കൾ, അവര് കത്തോലിക്ക വിശ്വാസികളെല്ലാം സഭ വിട്ടുപോയി. അപ്പൊ അവരെല്ലാം തിരിച്ചു വരണം. നിങ്ങൾ നോക്കിക്കോ, തിരിച്ചു വന്നിരിക്കും. ഈ ചെറുക്കം കൊടുത്ത വിലക്ക് ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ ഒരു വിലയുണ്ട്, അതുറപ്പാ. ഈ രാത്രി കൺവെൻഷൻ കഴിഞ്ഞ് തിരിച്ചു മടങ്ങുമ്പോ പ്രിയപ്പെട്ട മക്കളെ, കൺവെൻഷനെ കുറിച്ചോ ധ്യാനഗുരുവിനെ കുറിച്ചോ അഭിപ്രായം പറഞ്ഞിട്ട് പോകുന്നതിന് പകരം നീ ചങ്കിനകത്തൊരു തീരുമാനം എടുത്തിട്ട് പോകണം. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യും. ദൈവരാജ്യത്തിന്റെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കും. സ്തോത്ര കാഴ്ച എടുക്കാനായിട്ട് ശുശ്രൂഷകർ വരും. പ്രിയപ്പെട്ട മക്കളെ, ബാധ്യതകൾ ഉണ്ടാവാത്ത വിധത്തിൽ ഈ ശുശ്രൂഷയെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, സമയം കളയാനില്ല. അപ്പൊ നിങ്ങളുടെ മനസ്സറിഞ്ഞ് കർത്താവ് നിങ്ങളെ പ്രചോദിപ്പിക്കുന്നത് നിക്ഷേപിക്കുക. സ്തോത്ര കാഴ്ച എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആരാധനയിലേക്ക് കടക്കുകയാണ്. വെഞ്ചരിക്കാൻ, ആശീർവദിക്കാനായി നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ വസ്തുക്കളും നിങ്ങളുടെ അടുത്ത് തന്നെ വെച്ചിരിക്കണം. അതെടുത്ത് ഉയർത്തിപ്പിടിക്കാൻ പറയുമ്പോൾ എടുത്ത് ഉയർത്തിപ്പിടിക്കുമ്പോൾ ഇവിടെ നിന്ന് അതിനെ ആശീർവദിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ കർത്താവിന്റെ ആശീർവാദ അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ, മണ്ണിന്റെ മേൽ, നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ വസ്തുക്കളുടെ മേലും കർത്താവിന്റെ ആശീർവാദം കടന്നു വരും. ഹൃദയം തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. നമ്മൾ ഈ പരിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ അവസാനം ഈ കൺവെൻഷൻ പന്തലിന്റെ മധ്യത്തിലൂടെ പരിശുദ്ധ കുർബാനയും കൊണ്ട് കടന്നു വന്ന് ആശീർവദിക്കും. അപ്പോൾ ദിവ്യകാരുണ്യ പ്രദക്ഷിണം പോലെ പെട്ടെന്ന് നമ്മൾ നടത്തും. അപ്പോൾ അതുകൊണ്ട് ഈ മധ്യഭാഗത്തുള്ള ആളുകൾ ഒരല്പം സ്ഥലം അവിടെ ഇട്ടിരിക്കണം. ആ സമയത്ത് ക്രമീകരിക്കാനൊക്കെ പോകുന്ന അസ്വസ്ഥയാണ്. അപ്പോൾ അവിടെ ഒരു ഭാഗത്ത് ചെറിയ ക്യാമറയും മറ്റു കാര്യങ്ങളൊക്കെ കുറച്ച് സൈഡിലേക്ക് മാറ്റിവെച്ച് ആ മധ്യഭാഗത്ത് ഒരച്ഛനും ശുശ്രൂഷകൾ കടന്നു പോകാൻ വഴിയൊരുക്കി ഇടണം. കർത്താവ് സഹായിക്കും. പ്രിയപ്പെട്ട മക്കളെ, ആരാധനയെ ഒത്തിരി ബന്ധനങ്ങൾ അഴിയും. കർത്താവിന്റെ ആത്മാവ് ശക്തമായിട്ട് പ്രവർത്തിക്കും. നമുക്ക് സ്തോത്ര കാഴ്ച ഇട്ടവർക്ക് അവിടെ ഇരിക്കാം, അല്ലാത്തവര് സ്തോത്ര കാഴ്ച നിക്ഷേപിച്ചിട്ടിരിക്കുക. എന്നിട്ട് ആരാധനയുടെ സമയം പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെക്കുമ്പോൾ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ബലഹീനതയിൽ ബലമേകി ബലവാനായു നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായു നടത്തിടുന്നു. കൃപയാലെ കൃപയാലെ കൃപയാലനുദിനവും കൃപയാലെ കൃപയാലെ കൃപയാലനുദിനവും
ബലഹീനതയിൽ ബലമേകി ബലവാനായു നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായു നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. എന്റെ കൃപ നിനക്കുമതി കർത്താവിൻ തിരുവചനം. എന്റെ കൃപ നിനക്കുമതി കർത്താവിൻ തിരുവചനം. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിടുന്നു. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും സന്തോഷത്തോടെ ഉച്ചത്തിൽ കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. ബലഹീനതയിൽ ബലമേകി ബലവാനായു നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായു നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും എല്ലാവരും കൃപയാലേ